പ്രോഗ്രാമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ I'll be introducing you to about the program POISE 2025 conducted by Preamble Education. Preamble Educationന്റെ നേതൃത്വത്തിൽ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം എന്താണ് എന്നുള്ളതാണ് ഇന്ന് വ്യക്തമാക്കി തരുന്നത്. പ്ലസ് അതിനുശേഷം ഇന്റർവ്യൂ എക്സ്പേർട്ട് കൂടിയിട്ടായിട്ടുള്ള ഡോക്ടർ അരുൺ സാർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം സാറുമായിട്ട് നിങ്ങൾക്കൊരു സെഷൻ, അതായത് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ തന്നെയാണ്. സാറിന്റെ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കൂടിയിട്ട് അവിടെ ചോദിക്കാം. ദെൻ പോയിസ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്താണെന്നുള്ളതും അത് ഒരു ബാച്ച് കൂടിയിട്ടാണ്, ഒരു ഇന്റർവ്യൂ പ്രോഗ്രാമിന്റെ ഒരു ബാച്ച് കൂടിയിട്ടാണ്. റാദർ എന്താണ്, ഒരു വെബിനാർ സെഷൻസ് മാത്രമായിട്ടല്ല കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ബാച്ചിന്റെ ഡീറ്റെയിൽസ് പ്ലസ് ആ ബാച്ചിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുമായിട്ട് അസു സാർ കൂടിയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടാവും. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദി ഇൻട്രൊഡക്ഷൻ അബൌട്ട് പോയിസ് 2025. പോയിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ഇന്റർവ്യൂ പ്രോഗ്രാം, ഒരു പേഴ്സണലൈസ്ഡ് ഇന്റർവ്യൂ പ്രോഗ്രാം എന്നതിനപ്പുറത്തേക്ക് പോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is about personality, oration, intelligence, skill and etiquette. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ടുള്ളൂ, ഇതെന്താണെന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇതെന്താണെന്നുള്ളത് ഫോർ ആൻ ഇന്റർവ്യൂ പ്രോഗ്രാം, നമ്മൾ ഏതൊരു എക്സാമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂ പ്രോഗ്രാം ആയിക്കൊള്ളട്ടെ, അതിലേക്ക് നമ്മൾ ചെല്ലുമ്പം ആക്ച്വലി ഈ ഇന്റർവ്യൂ പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നോളജ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമല്ല. അത് പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. എന്നിരുന്നാലും നമ്മുടെ മുന്നിലേക്ക് വരുന്ന, അതായത് ഒരു ഇന്റർവ്യൂ ആസ്പിറന്റ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നു, ആ ഇന്റർവ്യൂ കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ മുൻപിലേക്ക് വരുമ്പം അവർക്ക് നിങ്ങളെ പരിചയമുള്ളത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ബയോഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ ബയോഡേറ്റയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് ഈ വ്യക്തി എത്രത്തോളം കേപ്പബിൾ ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, അതിന് മറുപടി എങ്ങനെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറുപടി ബെറ്റർ ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഇംപ്രസീവ് ആയിരിക്കും എന്നുള്ളതാണ്. അതിനുമപ്പുറത്തേക്ക് ഫാക്ട് ചെക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒന്നും അല്ല നോക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളത്, പിന്നെ വളരെ റാൻഡം ആയിട്ട് എക്സ്പെക്ടഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പം അതിനെങ്ങനെയാണ്, പ്രസൻസ് ഓഫ് മൈൻഡ് എങ്ങനെയാണുള്ളത് എന്ന്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് അനലൈസ് ചെയ്യുന്നത്. സോ പോയിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള എല്ലാ ഏരിയാസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തുകൊണ്ട് ഇന്റർവ്യൂവിനെ നമുക്ക് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ്. നമ്മളുടെ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഇന്റർവ്യൂ പ്രോഗ്രാമിനായിട്ട് 20 മാർക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു 13 എന്നൊക്കെ പറയുന്നതായിരിക്കും മാക്സിമം മാർക്കായിട്ട് വരുന്നത്. അപ്പം മുൻ PSC ഇന്റർവ്യൂസിലൊക്കെ 20-ൽ 13 മാർക്ക് വാങ്ങുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും ഹയസ്റ്റ് മാർക്കായിട്ട് നിന്നത്. 13, 12, 11 ആ ഒരു റേഞ്ചിലായിരിക്കും ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുള്ള മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കല്ലേ ഉള്ളൂ വ്യത്യാസം എന്ന് വിചാരിക്കരുത്. അതെന്ന് പറയുന്നത് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് മുന്നിലേക്ക് എത്തുന്നതിനും മീൻസ് ലൈക്ക് ആ ഒരു മാർക്കിന് നിങ്ങളുടെ ഒരു ലൈഫിന്റെ വില തന്നെ ഉണ്ടാവും ഒരുപക്ഷെ. അപ്പൊ ആ ഒരു മാർക്ക് കളയാതെ മാക്സിമം മാർക്ക് നമുക്ക് എങ്ങനെ ഇന്റർവ്യൂവിൽ നിന്ന് നേടാം എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ പോയിസിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന 5 പില്ലറുകളാണ് പേഴ്സണാലിറ്റിയും, ഒറേഷനും, ഇന്റലിജൻസും, സ്കില്ലും, എറ്റിക്വറ്റും എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 പില്ലറുകളിലൂടെ ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 19 ആട്രിബ്യൂട്ട്സ് ആണ്. ഈ 19 കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ആയിരിക്കും, മാക്സിമം മാർക്ക് ആയിരിക്കും നമുക്ക് കിട്ടാനും പോകുന്നത്. സോ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ്. സോ സെൽഫ് അവയർനെസ് വർക്ക്ഷോപ്പുകൾ, അതായത് ആസ് എ പേഴ്സൺ നമ്മൾ എന്താണ് എന്നുള്ളത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ദെൻ കോൺഫിഡൻസ് ബിൽഡിംഗ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലേക്ക് പോകുമ്പം അവരെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെ ഫേസ് ചെയ്യുക, അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി പറയുക എന്നുള്ളത്. ആൻഡ് ഈ ഒരു സ്റ്റേജിലൂടെ പോകുമ്പോൾ ഉള്ള സ്ട്രെസ് മാനേജ്മെന്റ്, അതേപോലെ നമ്മളുടെ ഇമോഷണൽ ഇന്റലിജൻസ്, അത് വളരെ കൃത്യമായിട്ട് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ചെല്ലുമ്പം അനലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളോട് കോൺട്രഡിക്ട് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, ഇമോഷണലി വീക്ക് ആക്കുന്ന തരത്തിൽ പെരുമാറുക, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ നമുക്ക് നേരിടാൻ സാധ്യതകളാണ്. സോ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റിയുടെ അണ്ടറിൽ നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ ഒറേഷൻ, നെക്സ്റ്റ് ഈസ് നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അവിടെ വരുമ്പം ഒരു ഇന്റർവ്യൂവിന് ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യന് ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുന്നു, നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. ആൻഡ് എസ്പെഷ്യലി നമ്മളുടെ ഡാഫിൽ നിന്നും, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബയോഡേറ്റയിൽ നിന്നുമുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക. പ്ലസ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുണ്ടാവും. പിന്നെ എന്താണ്, നമുക്ക് നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ടുള്ള കുറെ കാര്യങ്ങളും ചോദിക്കും. എന്നാലും മേജർലി എന്താണ്, ഡാഫ് പ്ലസ് കറണ്ട് അഫയേഴ്സ്, കറണ്ട് ഇവന്റ്സ്, അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്.
അപ്പൊ ആ ഒരു സമയത്ത് ഓൾറെഡി പ്രിപ്പയർ ചെയ്തതിന്റെ ചില പ്രശ്നങ്ങൾ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ നമുക്കുണ്ടാവും. അതായത് നമ്മളിലേക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഏരിയ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ചോദ്യം അഡ്രസ്സ് ചെയ്യാതെ ആ ഏരിയയിൽ നിന്നുള്ള ആൻസറുകൾ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ട്. സോ കൃത്യമായിട്ട് എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിനുള്ള മറുപടി പറയുക, എവിടെ നമ്മൾ പോസ് എടുക്കണം, എവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ എവിടെ നമ്മൾ തീർക്കണം. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന്റെ മാത്രം ആൻസർ. ഇപ്പം ലൈക്ക് ഒരു ഫാക്ച്വൽ ചോദ്യമാണെന്ന് വിചാരിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഹോബിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ആ ഹോബിയുടെ എൻറ്റയർ കാര്യങ്ങൾ പറയാതെ ചോദിച്ചത് എന്താണോ അതിനുള്ള ഉത്തരം പറയുക. അപ്പൊ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് അതിന്റെ പിന്നാലെ ആയിട്ട് വരുന്നുണ്ടാവും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യങ്ങളെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ദെൻ അവോയ്ഡിങ് ഫില്ലേഴ്സ് മീൻസ് നമ്മളിപ്പം പറയാൻ കോൺഫിഡൻസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുമല്ലോ, കണക്ടിങ് വേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരം കാര്യങ്ങൾ, അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് കൃത്യം ആൻസേഴ്സ്, കൃത്യം വേർഡ്സ് പിക്ക് ചെയ്ത് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുന്നു എന്നുള്ളത്. ദെൻ ലിസണർ എൻഗേജ്മെന്റ്, അതും ഇതെല്ലാം കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ് ലിസണർ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മറുപടി പറയുമ്പോൾ ആ മറുപടി കേൾക്കുന്ന ആള് എൻഗേജ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ മറുപടിയിൽ എൻഗേജ്ഡ് ആയിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന് ചോദിച്ച ചോദ്യത്തിന്റെ കൃത്യം ഉത്തരം കിട്ടുമ്പോഴാണ് എൻഗേജ്ഡ് ആവുന്നത്. അതല്ലാതെ എന്തെങ്കിലും പറയുമ്പോൾ എന്താണ്, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ് അബൌട്ട് ഫ്രം യു, ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം മാത്രം മതി എന്നുള്ളൊരു രീതിയാണ് വരുന്നത്. സോ ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, ഒറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ദെൻ കംസ് ദി ഇന്റലിജൻസ് ഏരിയ. അപ്പം ഈ ചോദ്യങ്ങളെ നേരിടുന്നതും അതിന്റെ ഉത്തരങ്ങൾ പറയുന്നതും ഒക്കെ എന്താണ്, ഇതിന്റെ ഭാഗമാണ്. പക്ഷെ പറയാൻ ഉത്തരം ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ നമുക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. പ്ലസ് നമ്മളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് 2 പേപ്പറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ സെക്കൻഡ് പേപ്പർ ആണ് എന്തെന്ന് പറയുന്നത്, കുറച്ചുകൂടെ ഫോക്കസ് ഏരിയ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ മേജറിൽ അവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി കേരള എക്കോണമി, ദെൻ ഇ ഗവേണൻസ്, എൻവയോൺമെന്റ് റിലേറ്റഡ്. അപ്പൊ ഇതൊക്കെയെന്ന് പറയുന്നത് എന്താണ്, ഇന്റർവ്യൂവിന്റെ തന്നെ ഫേവറേറ്റ് ഏരിയസ് ആണ് ഇതൊക്കെയെന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ അതിനുമപ്പുറത്ത് മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ബേസിക് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഏരിയാസിൽ നോളജ് ഡെവലപ്പ് ചെയ്യുക. ഓൾറെഡി മെയിൻസ് എഴുതിയതുകൊണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ സിലബസ് കവർ ചെയ്തവരാണ്. പക്ഷെ എന്നിരുന്നാലും എന്താണ്, ഇപ്പൊ കുറെ ആയി, അപ്പൊ നമ്മളത് വീണ്ടും എന്ത് ചെയ്യുക, റിക്കളക്ട് ചെയ്യുക, ഒന്നും കൂടി എന്ത് ചെയ്യുക, എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് ഓർഡർ ആക്കിയിട്ട് പോവുക. അപ്പൊ നമുക്ക് എന്താണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് നമുക്ക് പറയാൻ പറ്റണം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുക എന്ന് പറയുന്നത്, അതും ഐ ഡോണ്ട് നോ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ വായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ എന്താണ് ഒരു നെഗറ്റീവ് വശമാണ് അതെന്ന് പറയുന്നത്. ശരിയാണ്, നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്താണ്, പരമാവധി നമ്മളെ കൊണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. ദെൻ കംസ് ദ സ്കിൽ. അതെന്ന് പറയുന്നത് എന്താണ്, ഇന്റർവ്യൂവുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറെ സ്കില്ലുകളാണ്. അത് നമ്മളിപ്പം ഒരു 3 to 5 മെമ്പർ പാനലിനാണ് അഡ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഒരു ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. എന്നാൽ നമ്മളോട് ഒരാളായിരിക്കും ചോദ്യം ചോദിക്കുന്നത്, പക്ഷെ നമ്മൾ എല്ലാവരോടുമായിട്ടായിരിക്കണം മറുപടി പറയേണ്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന്റെ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു സമയത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, അവിടെ നമ്മൾ ഇപ്പം അവിടെയും ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ നമ്മൾ വിഷ് ചെയ്യുമ്പം ഒരാളായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, പക്ഷെ നമ്മൾ വിഷ് ചെയ്യേണ്ടത് എൻ്റയർ ബോർഡിനെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത്തരം കാര്യങ്ങൾ. ദെൻ ആൻസർ സ്ട്രക്ചറിങ്. ഒരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം ആ ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ അവതരിപ്പിക്കേണ്ടത്. ആൻഡ് ലാസ്റ്റ് ദ എറ്റിക്വറ്റ്. അതായത് ഒരു ഇന്റർവ്യൂ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, നമ്മളുടെ നടത്തം എങ്ങനെയായിരിക്കണം, ഇരുത്തം എങ്ങനെയായിരിക്കണം, നമ്മൾ ഒരു കാര്യം ചോദിക്കുന്നത് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് അകത്തേക്ക് കയറണമെന്നുള്ളത് ചോദിക്കുന്നത്, എങ്ങനെയാണ് വിഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇരിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി നടന്നു പോകുന്ന ഒരു സമയത്ത് നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നുള്ളത്, ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയായിരിക്കണം പറയേണ്ടത് എന്നുള്ളത്. ദെൻ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി കൂടി നമ്മൾ അനലൈസ് ചെയ്ത് കയ്യിൽ വെക്കണം. കാരണം നമ്മുടെ ഡാഫ് ഉപയോഗിച്ച് നമ്മളെ അവരൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും ഏറ്റവും ഉത്തമമായ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രിപ്പയർഡ് എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മളുടെ ഡാഫുമായിട്ട് അത് ചിലപ്പോൾ മാച്ച് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മളുടെ കോൺവെർസേഷൻസ് എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കുന്നത് ക്ലാരിറ്റി ഇല്ലാതായി പോകും. അപ്പൊ നമ്മളൊരു ഓണസ്റ്റ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ഡേയിലെ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഏരിയാസ് എല്ലാം കൂടെ കവർ ചെയ്യുന്നതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ടോയ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, ഇത്രയും ഭാഗത്തിൽ നമുക്കൊരു ട്രെയിനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർവ്യൂ പ്രോഗ്രാം എന്ന് പറയുന്നത് നല്ല രീതിയിൽ, നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് അറ്റൻഡ് ചെയ്യുന്നതിനും
പരമാവധി മാർക്ക് നമുക്ക് സ്കോർ ചെയ്യുന്നതിനും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. സോ ഇതാണ് പോയിസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ഇതിപ്പം ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നൗ നമുക്ക് ഈ പ്രോഗ്രാമിൽ ഇപ്പം ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫ്രീ സെഷൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതല്ലാതെ ആസ് എ ബാച്ച്, പോയിസ് എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡന്റിനും എങ്ങനെയാണ് ഓരോ ഫേസിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. സോ ഇനിഷ്യലി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ വീക്കിൽ തന്നെ ഒരു 2 to 3 ഡേയ്സിനകത്ത് തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഒരു അസസ്മെന്റ്, അപ്പം അതൊരു മെന്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടായിരിക്കും അത് ഉണ്ടാവുന്നത്. അപ്പം പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആ മെന്ററിന്റെ അടുക്കൽ പറയാൻ പറ്റും. സോ മെന്റർ നിങ്ങളുമായിട്ട് ഉള്ള ഒരു ഡിസ്കഷന് ശേഷം എന്താണ്, എവിടെയൊക്കെയാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ട ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു കാര്യം. ദെൻ നമ്മളുടെ ഒരു ആസ് എ പേഴ്സൺ, ഓക്കെ, ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആസ് എ പേഴ്സൺ എന്തൊക്കെ ഭാഗങ്ങളിലാണ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മളുടെ ഇന്റർവ്യൂ പേഴ്സണലൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ആദ്യത്തെ ഫേസിൽ പറയുന്നത്. നെക്സ്റ്റ്, ഇതൊരു 1 മന്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതെന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള വീക്കുകളിലായിരിക്കില്ല ഉണ്ടാവുന്നത്. ഓരോ വ്യക്തികളുടെ, നിങ്ങളിൽ ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും ഇന്റർവ്യൂ ഡേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ വീക്കുകൾ മാറുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഫേസുകളായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ എന്തായിരിക്കും ഉണ്ടാകുന്നത്, ഒരു ഫൗണ്ടേഷൻ ബിൽഡിംഗ്. നമ്മൾ മുമ്പ് പറഞ്ഞ ആ പോയിസിന്റെ 5 പില്ലറുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ അതിനുശേഷം എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാവും, ട്രയൽ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ട്രയൽ സെഷൻസിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡാഫ് അനാലിസിസ് ഉണ്ടാവും. അതായത് നമ്മൾ എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ജനറൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നമ്മുടെ കറന്റ് ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ ജനറൽ ആയിട്ട് ഇന്റർവ്യൂ പ്രോഗ്രാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷൻ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത്. അതല്ലാതെ ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ചോദ്യങ്ങൾ വരുന്നത് ആ ഡാഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എത്രത്തോളം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എത്രത്തോളം വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് പ്ലസ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് കൂടിയിട്ട് ഈ ട്രയൽ സെഷൻസിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫേസിൽ വരുന്നതെന്ന് പറയുന്നത്, നെക്സ്റ്റ് 2 ഫേസസ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് റിയൽ ഇന്റർവ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, മോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെ ആദ്യം 1-on-1 സെഷൻസ് എന്നുള്ള രീതിയിൽ 2 സെഷൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളും ഒരു ഇന്റർവ്യൂവറും മാത്രമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അത്തരം 2 സെഷൻസ് ഉണ്ടാവും. ആ 2 സെഷൻസിൽ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തതിനു ശേഷം, ഇത്രയും പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ അപ്പിയർ ചെയ്യുന്നു. അവിടെ എന്ത് മോഡിഫിക്കേഷൻസ് വരുന്നെന്നുള്ള ഫീഡ്ബാക്ക് വെച്ചുകൊണ്ട് നെക്സ്റ്റ് സെഷൻ വീണ്ടും അറ്റൻഡ് ചെയ്യുക. അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വെച്ചുകൊണ്ട് ഫൈനൽ പാനൽ ഇന്റർവ്യൂയിലേക്കായിരിക്കും പോകുന്നത്. ഫൈനൽ പാനൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ PSC ഇന്റർവ്യൂവിന്റെ അതേ ഫോർമാറ്റിൽ തന്നെ ഒരു പാനൽ ഓഫ് ഇന്റർവ്യൂസ് ഉണ്ടാവും. അവരുടെ മുന്നിലേക്കായിരിക്കും പോകുന്നത്. കാരണം നമ്മളൊരു 1-on-1 ഇന്റർവ്യൂ സെഷനിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അത് നമ്മുടെ റിയൽ ഇന്റർവ്യൂവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ ആ ഒരു അത്രയും പാനലിനെ ഫേസ് ചെയ്യുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതുകൂടി കിട്ടുക എന്നത് വെച്ചിട്ടാണ് ഫൈനൽ പാനൽ ഇന്റർവ്യൂ കൂടി വരുന്നത്. സോ ഇത് ഇത്രയും ചേരുന്ന 5 ഫേസസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോയിസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും ആകുമ്പോഴേക്കും എന്താണ്, ഒരു ബെറ്റർ ഇന്റർവ്യൂവിന് വേണ്ടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഇതാണ് പോയിസ് എന്ന് പറയുന്ന പ്രോഗ്രാം. നൗ ഈ ഒരു കോഴ്സിലേക്ക് എന്നുള്ളൊരു രീതിയിൽ, ബാച്ച് എന്നുള്ളൊരു രീതിയിൽ ജോയിൻ ചെയ്യുന്നവർക്കാണ് 1499 ആണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് ഇന്റർവ്യൂ എങ്ങനെയായിരിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും, ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്ലസ് ജനറൽ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പേഴ്സണാലിറ്റി അസസ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്, ദെൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആക്സസ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇന്റർവ്യൂവിന് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളതും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ബേസ്ഡ് ആയിട്ടുമുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഒരു ആക്സസ് ഉണ്ടാവും. ദെൻ ഡാഫിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അതിന്റെ അനാലിസും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിന്റെ മറ്റൊരു സെറ്റ് ഡോക്യുമെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ എന്താണ്, നമ്മളുടെ ആ ഒരു റിഗ്രസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പെർഫോമൻസ് റിപ്പോർട്ടുകളും അതേപോലെ ഒരു 1-on-1 ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അതിന്റെ ഫീഡ്ബാക്ക്, പാനൽ മോക്കിന്റെ ഫീഡ്ബാക്ക്. ദെൻ നമ്മൾ ഈ സെഷൻസ് നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ രണ്ടും അവൈലബിൾ ആണ്. ഓൺലൈൻ ആയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ സെഷൻസിന്റെയും റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസും അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പ്ലസ് ഞാൻ പറഞ്ഞിട്ടുള്ള 2 പേഴ്സണലൈസ്ഡ് 1-on-1 ഇന്റർവ്യൂ സെഷനും അതേപോലെ തന്നെ എന്താണ് പാനൽ മോക്ക് ഇന്റർവ്യൂ, ഇത്രയും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസിനും ഫർദർ ഇൻഫർമേഷനും ഒക്കെ ആയിട്ട് അസസർ ജോയിൻ ചെയ്യുന്നുണ്ടാവും. മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് ചോദിക്കുന്നതിനുമൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെക്കുക.
അപ്പൊ ഇതാണ് ബേസിക്കലി പോയിസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. നൗ നമ്മുടെ ഈ സെഷന്റെ ഭാഗമായിട്ട് നമ്മോടൊപ്പം അരുൺ സർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സാറിന്റെ ഇൻസൈറ്റ് നിങ്ങൾക്ക് ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാറിന്റെ ഇൻസൈറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും. സോ അരുൺ സർ, അറിയില്ല. ഹായ്. ഓക്കെ സർ, ഒരു മിനിറ്റ്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കൂടിയിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് സാറുമായിട്ടുള്ള ഒരു സെഷനിലേക്ക് പോകാം. ബാച്ച് ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് അസീർ സാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്താൽ മതി. ഓക്കെ ഫൈൻ, എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അരുൺ സാർ പറയുന്ന ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. ഈ ഫീസിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ഇളവ് ചെയ്യാൻ പറ്റുമോ? 1500 ജസ്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ അത്തരം കാര്യങ്ങളൊക്കെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അത് അസുർ സാർ ലാസ്റ്റ് പറയും ആ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം ഓഫീസ് നമ്പറിൽ. ഒരു ചെറിയൊരു കാര്യം കൂടെ, ഈ നമ്മുടെ കരിയർ ഗ്യാപ്പ് PSCയുടെ ഇന്റർവ്യൂവിന് സാധാരണ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ കരിയർ ഗ്യാപ്പ് കാണുമല്ലോ. അപ്പം ഈ കരിയർ ഗ്യാപ്പ് വലിയ ഒരു കൺസേൺ ആണോ PSC പോയിന്റ് ഓഫ് വ്യൂവില് ഇന്റർവ്യൂവില്, അതോ ഓക്കെ ആണോ? മീൻസ് അവർ അത്രയും അങ്ങനെ ഒരു ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത് പറയാം. കരിയർ ഗ്യാപ്പ് നമുക്ക് ടാക്കിൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ പേരിൽ ഇന്റർവ്യൂവിൽ നമ്മൾ പിന്നിലോട്ടൊന്നും പോവില്ല. നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു ആൻസർ വന്നാൽ മതി. അതെങ്ങനെയാണെന്നുള്ളതും പറഞ്ഞുതരാം. അരുൺ സാറിന്റെ സെഷനിൽ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ സർ, ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്, ഓഡിബിൾ. Oh, thank you. Okay, good evening all. Good evening and congratulations. Okay, നമ്മൾ അതിന്റെ 2 ഘട്ടവും എന്ത് ചെയ്തിട്ടുണ്ട്, കടന്നിട്ട് ഫൈനലായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. സോ അതുകൊണ്ട് തന്നെ ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ എത്ര പേരുണ്ട്? 50 പേരുണ്ട്. 50 പേരിൽ 50 പേരും ആക്ച്വലി എന്ത് ചെയ്യട്ടെ, സെക്രട്ടറി ടെസ്റ്റിന്റെ റിസൾട്ടിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സി, ഞാൻ ഇന്റർവ്യൂവിന് ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ അല്ല ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ നമ്മുടെ UPSCയുടെ ഇന്റർവ്യൂ ഒരു 3 തവണ അറ്റൻഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് IBയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. നമ്മുടെ കേരള PSCയുടെ തന്നെ 3 ഇന്റർവ്യൂസ്, 2 എണ്ണവും എന്റെ ഡോക്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള രീതിയിലുള്ള ഇന്റർവ്യൂ ആണ്. അങ്ങനെ 3 ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിരുന്നു. സോ അങ്ങനെ ഈ കണ്ട ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തതിൽ നിന്ന് ഞാൻ കാണിച്ച കുറെ മണ്ടത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്റെ അനുഭവത്തിൽ കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ കുറച്ച് സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നാൽ കഴിവതുള്ള രീതിയിൽ അതിനൊരു ആൻസർ പറയാം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം. ഓക്കെ, ഇതില് കുറച്ച് പേര്, ഇപ്പൊ 50 പേരിൽ കുറച്ച് പേര് ചിലപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളായി. കുറച്ച് പേര് ചിലപ്പോൾ PSCയുടെ ഒരു ഇന്റർവ്യൂ എങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു അധികം പേരും നല്ലൊരു രീതിയിലുള്ള ആൾക്കാരും നമ്മുടെ PSCയുടെ ഒരു ഇന്റർവ്യൂ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത രീതിയിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഇതൊന്നും നമുക്ക് പ്രശ്നമുള്ള ഒരു കാര്യമല്ലോ. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം മാത്രമാണ് മാറ്റർ ചെയ്യുന്നത്. ആ ഒരു ദിവസം, ആ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്തത്, നിങ്ങളുടെ മൈൻഡ് എങ്ങനെയായിരുന്നു, നിങ്ങൾ എന്തുമാത്രം കാമായിരുന്നു. ഓക്കെ, കുറച്ച് പേര് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ്, സർ എനിക്ക് റൈറ്റ് ആൻസർ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അന്നത്തെ ദിവസം റൈറ്റും റോങ്ങും ഒന്നുമില്ല, ഒരു ഗുഡ് ആൻസർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആൻസർ, നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എങ്ങനെ പറയാം എന്നുള്ളത് മാത്രമാണ് അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ചിലപ്പോ അന്നത്തെ ദിവസം നിങ്ങൾ പറയുന്ന ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ സർ, ഐ ഡോണ്ട് എക്സാക്ട്ലി നോ ദ തിങ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇത് അങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ അന്നത്തെ എന്താണ് ബെസ്റ്റ് ആൻസർ എന്നുള്ള രീതിയിൽ പറയും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പേടികളുണ്ടോ, നേരത്തെയുള്ള ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഹിബിഷൻസ് ഉണ്ടോ, എനിക്കിപ്പോ ഈ പറയുന്ന രീതിയിൽ നിറം കുറവാണ്, അല്ലെങ്കിൽ മുടി ഇത്തിരി മൊട്ടയായി പോയി, അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല, അങ്ങനെയുള്ള നമുക്ക് 1000 അനവധി നിരവധി എന്തുണ്ടാവും, ഇൻഹിബിഷൻസ് ഉണ്ടാവും. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ആ ഒരു ഡേ മനസ്സിൽ കാണും. ആ ഒരു ഡേയിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം പ്രസന്റ് ചെയ്യേണ്ടത്, ഏത് ഡ്രസ്സിലായിരിക്കണം, ഏത് തരത്തിലായിരിക്കണം നിങ്ങളുടെ കാര്യങ്ങൾ. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, അന്നത്തെ ദിവസം നല്ലതായിരിക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. അത്തരത്തിലുള്ള രീതിയിൽ എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഒരു സെക്കൻഡ്.
ആ റെക്കോർഡിങ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു രീതിയിൽ ആക്ച്വലി ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി, ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അപ്പോ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഓക്കെ, ഞാൻ യു പി എസ് സിയുടെ ഇന്റർവ്യൂ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. ആ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു ആക്ച്വലി വൈറ്റ് ഷർട്ട് ഇടണം, വൈറ്റ് ഷർട്ടാണ് ഇന്റർവ്യൂവിന് വേണ്ടുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കുറച്ചു പേര് പറഞ്ഞു വൈറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ഷർട്ടല്ല, ഒരു ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഷർട്ടാണ് വേണ്ടുന്നത് എന്ന് പറഞ്ഞു. കുറച്ചു പേര് പറഞ്ഞു ഈ പറയുന്ന രീതിയിൽ ബക്കിള് അതിന്റെ ഓക്കെ, ഈ പറയുന്ന രീതിയിൽ ബക്കിൾ എന്തായിരിക്കണം, പിന്നെ മുകളിലത്തെ ബക്കിൾ ആയിരിക്കണം, അല്ലാത്ത ബക്കിൾ യൂസ് ചെയ്ത്. ചിലർ പറഞ്ഞു ഓക്സ്ഫോർഡ് ഷൂ വേണം, ചിലർ പറഞ്ഞു അല്ലാത്ത ഷൂ വേണം. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് കേട്ടു. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എങ്ങനെ എന്നെ പ്രസന്റ് ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ പേടി. പക്ഷെ ഞാൻ ഇന്റർവ്യൂവിന് ചെന്നപ്പോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഇന്റർവ്യൂവിന് കണ്ടത് അങ്ങനെ കൃത്യമായിട്ട് ഒരു 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 വേഷവിധാനം ഒന്നും ഇല്ലടും. ആരും ബ്ലാക്ക് ഇട്ട് കണ്ടിട്ടില്ല, ആരും ബ്ലാക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു കട്ട ഓക്കെ എന്താണ് ഷെർവാണി മോഡൽ സാധനങ്ങൾ ഇട്ട് കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതർവൈസ് ആക്ച്വലി ലൈക്ക് ഒരു ലൈറ്റ് കളേഴ്സ് ഓക്കെ, അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കളേഴ്സ് ഇട്ടിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കോട്ടിട്ട് വന്നവരെ കണ്ടിട്ടുണ്ട്, കോട്ട് ഇടാതെ വന്നിട്ട് റാങ്കിൽ ഓക്കെ 50 അല്ലെങ്കിൽ 49 അത്തരത്തിലുള്ള റാങ്ക് സിവിൽ സർവീസിന് IAS മേടിച്ചിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്. സോ ദ തിങ് ഈസ്, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ടാല് നമുക്ക് കോൺഫിഡന്റ് കിട്ടുന്ന കളർ എന്താണ്? അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സിന് ആ ഡ്രസ്സിൽ നമ്മളെ കണ്ടാൽ നമുക്ക് തന്നെ നമ്മളോട് എന്ത് ചെയ്യുന്നു, ഒരു സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട്, നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ ഇതിൽ ഓക്കെ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അത് തന്നെയാണ് നിങ്ങളുടെ ഡ്രസ്സ്. കാരണം ഇപ്പൊ ചിലർ പറയുന്നു ഈ പറയുന്ന രീതിയിൽ വൈറ്റ് തന്നെ വേണം, വൈറ്റും ബ്രൗണും തന്നെ വേണം. നമുക്കൊരിത്തിരി കളർ കുറവുള്ള ആളായിരിക്കാം. അത്തരത്തിലുള്ള ഒരാള് ഈ വൈറ്റ് നല്ല കട്ട വൈറ്റ് വിട്ടിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് എന്താണ്, നമ്മളുടെ സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഡ്രസ്സുകൾ മാത്രം എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലായ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ എടുത്താൽ മതിയാവും. അടുത്ത ഒരു പ്രശ്നം വരണത് എവിടെയാണെന്ന് അറിയാം, നമുക്ക് പേടിയാണ്. ഇത്രയും പേര് വരുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചാല് ഞാൻ എങ്ങനെ പറയും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കുറച്ചു പേരെ ഒന്നിച്ച് കണ്ട് അവരോടൊരു ഉത്തരം പറയാൻ എനിക്ക് എന്തില്ല, അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് മാറാനായിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴി എന്നുള്ളത് നിങ്ങളോട് തന്നെ ആൻസർ പറഞ്ഞ് പഠിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോക്ക് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെഷൻസ് 1 or 2 എങ്കിലും എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ ഒന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, പോകുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. വെറുതെ ഒരു ക്യാമറ ഫ്രണ്ടിലേക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു വോയിസ് റെക്കോർഡിംഗ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ എഴുതുക. ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാം നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ചേഷ്ടകൾ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് പേരും എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുമ്പോൾ ആദ്യം മുകളിലേക്ക് നോക്കുന്നു, ഇവിടുന്ന് എന്തോ വരാനുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് എന്തോ വരാനുണ്ട്. അല്ലെങ്കിൽ ചിലർ അങ്ങനെയല്ല, കോൺഫിഡൻസ് മൊത്തം പോയി നേരെ താഴേക്കാം, ചെരുപ്പിലേക്ക് നോക്കുക, ചെരുപ്പിലാണ് ആൻസർ എഴുതി വെച്ചിരിക്കുന്നത്. പണ്ട് നമ്മൾ +2 എഴുതി വെക്കില്ലേ പരീക്ഷയ്ക്ക് പോകണേ, സോ അതുപോലെ ചെരുപ്പിലേക്ക് നോക്കും. അത്തരത്തിൽ നമ്മൾ തന്നെ കാണിക്കുന്ന രീതിയിലുള്ള ചെറിയ എന്തുണ്ട് അത്തരത്തിലുള്ള ഓക്കെ നമ്മളുടെ മാനറിസംസ് ഉണ്ട്. അത് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, ഒന്ന് അറിയാനായിട്ട് പറ്റണം, അത് നമുക്കൊന്ന് കുറയ്ക്കാനായി പറ്റും. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവരും ചെയ്യുന്നത് ഇറ്റ് ഈസ് നമുക്കൊരു തുടക്കത്തിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. ഈ തുടക്കത്തിലുള്ള പ്രശ്നങ്ങൾ അധികവും വരുന്നത് എങ്ങനെയാണെന്ന് അറിയാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാളും മുമ്പേ വായിൽ കൂടെ ചിന്തിക്കാൻ നോക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് അത്ര അങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു ചെറിയൊരു പോസ് എടുക്കുക. ഒരു 10 സെക്കൻഡ്സ് ഒന്നും വേണ്ട, ഒരു 5 to 10 സെക്കൻഡ്സിൽ ഒരു പോസ് എടുക്കുക. അതെടുത്തതിന് ശേഷം പറയുക. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് അത്തരത്തിലുള്ള രീതിയിലുള്ള ഓക്കെ വവൽസ് വെച്ചിട്ടുള്ള കളി എന്ത് ചെയ്യില്ല, വരില്ല. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോ ദ പോയിന്റ് ഇസ്, ഞാൻ പറഞ്ഞു വന്നതിന്റെ പോയിന്റ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഇൻഹിബിഷൻസ്, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളെ നിങ്ങൾ പേടിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളിൽ അധികവും ഒരു 80% കാര്യങ്ങളും പോട്ടെ, ഒരു 90% കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട്
നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ കൊണ്ട് ഇത് പറ്റും, നമ്മളെ കൊണ്ട് മാത്രമേ പറ്റൂ, നിസ്സാരം, ഈ സാധനം നമ്മൾ തന്നെ എന്ത് ചെയ്യും, നേടിയെടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നമ്മളുടെ ഉള്ളിലേക്ക്. എടോ ഒന്ന് ആലോചിച്ച് നോക്കടോ, ഇവളവോ ചെയ്തിട്ടേ ഈ പരീക്ഷ എന്ത് പാടായിരുന്നു, 140 മുകളിലായിരുന്നു, നമ്മൾ രാവും പകലും കഷ്ടപ്പെട്ട് ഈ സാധനം എഴുതിയെടുത്തില്ലേ. ഓക്കെ, ഇത് മറ്റും ചെയ്യക്കൂടാതെ, ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്, 20 മാർക്കിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് നമ്മൾ ചെയ്യും, ഇത് നമ്മൾ ചെയ്തെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഇവർക്ക് തന്നെ നമ്മളോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും, ഉറപ്പായിട്ടും. കാരണം നമ്മൾ ഇവർക്ക് നമ്മളുടെ ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. അതിനാണ് നമ്മളിവിടെ ഡാഫ്, ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം, ദാറ്റ്സ് ആക്ച്വലി ലൈക്ക് UPSC ടേം. എന്നാലും PSCക്ക് നമ്മൾ അതുപോലെ നമ്മളുടെ ഒരു ബയോഡേറ്റ കൊടുക്കുന്നുണ്ട്. ആ ഒരു ബയോഡേറ്റയിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ തന്നെ നമുക്കൊരു 30 to 40% ക്വസ്റ്റ്യൻ ആയിട്ട് വരും, സിമ്പിൾ ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ, രോഹിത് റാം, ഇപ്പോ നമ്മളുടെ ക്രിക്കറ്റർ രോഹിത് ഇല്ലേ, രോഹിത് ഇപ്പൊ ODIയിൽ എത്രാമത്തെ സ്ഥാനാണെന്ന് അറിയോ നമ്മളുടെ വൺഡേയിലെ റാങ്കിങ്ങില്? രോഹിത് പോയാ? ഡേയ് കേൾക്കാവോ? രോഹിത്തെ പോയാ? പോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, രോഹിത്തിന് കേൾക്കില്ല എന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഡോണ്ട് ഫോളോ ക്രിക്കറ്റ് ദാറ്റ് മച്ച്. ഓക്കെ, ദാറ്റ്സ് എ തിങ്. മറ്റേ ഒരു കാര്യം എന്താ വെച്ചാൽ, രോഹിത്തിന്റെ പേരിനോട് സാമ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മൾ രോഹിത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിരാട് കോഹ്ലിയും രോഹിത്തും റോക്കോ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന, അല്ലെങ്കിൽ അവരും കേൾക്കുന്ന രീതിയിലുള്ള 2 ആൾക്കാർ. ഇനി കഷ്ടകാലത്തിന് ആ ഒരു ദിവസം, ഓക്കെ, ഇന്റർവ്യൂവിന് പോകുന്ന ദിവസം, അതിന്റെ തലേ ദിവസം രോഹിത് സെഞ്ചുറി അടിച്ചു എന്ന് വിചാരിക്കാം, ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. സോ ദ പോയിന്റ് ഈസ് ആക്ച്വലി നമ്മളുടെ പേര്, തുടക്കം എവിടെയാണ്? നമ്മളുടെ പേരാണ്. നമ്മളുടെ ആ പേരിലുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടോ അല്ലാത്ത രീതിയിലോ ഉള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവരുടെ പേരുകളൊന്ന് നോക്കുക. അവരെ പറ്റി ജസ്റ്റ് ഒരു കുഞ്ഞ്, വളരെ ചെറുതായിട്ട് ഒരു നട്ട്ഷെല്ലിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. എന്ന് വെച്ച് നിങ്ങളുടെ പേര് രാഹുലാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ നമുക്ക് കറങ്ങി നടക്കുന്ന രാഹുലിനെ പറ്റിയിട്ടോ അത്തരത്തിലുള്ള കാര്യത്തിൽ ക്വസ്റ്റ്യൻ വരുമെന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള, അവർക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന അത്തരത്തിലുള്ള രീതിയിലുള്ള ആൾക്കാരുടെ അത്തരത്തിലുള്ള നമ്മളുടെ പേരെന്ത് ചെയ്യുക, നമുക്ക് പേരിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം അതിനകത്ത് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഉണ്ട്, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എങ്കിലും നമുക്ക് അതിൽ എന്ത് ചെയ്യാം, നമ്മളുടെ ഹോബീസ് കൊടുക്കാം. നമ്മൾ വേറെ നേരത്തെ ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൊടുക്കാം. ചില ഡാഫിനകത്ത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അംബീഷൻ, അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. സോ അത്തരത്തില് നമ്മളുടെ PSCക്ക് ഒരു ചോദ്യാവലി ഉണ്ട്, നമ്മളുടെ ബയോഡേറ്റയ്ക്കകത്ത് തന്നെ. ആ ഒരു ബയോഡേറ്റയിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാം, നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യമായിട്ട് വരുള്ളൂ. സോ അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് ഇസ് ആക്ച്വലി നമ്മൾ ആ കൊടുക്കുന്ന ആ ഒരു ബയോഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ വളരെ കെയർഫുൾ ആയി, വളരെ ക്രൂഷ്യൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഫില്ല് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അതിനകത്ത് നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു 50 കാര്യങ്ങൾ എഴുതി വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ നമ്മളെ അവരെന്തോ സംഭവമായിട്ട് കാണുമെന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എല്ലാം എഴുതി എടുക്കുന്നു. റൊട്ടികടി മത്സരത്തിൽ ഫസ്റ്റ് ആയിരുന്നു, ചാക്രേസിന് ഫസ്റ്റ് ആയിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാഗസിൻ എഡിറ്റർ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് UUC ആയി, മറ്റതായി മറിച്ചതായി, 50 കാര്യങ്ങൾ എഴുതി വെക്കണമെന്ന് വിചാരിക്കാം. ആ 50 കാര്യങ്ങൾ എഴുതി വെച്ചാൽ ചിലപ്പോൾ അത് നമുക്ക് ഗുണം ചെയ്യില്ലടോ, ഗുണത്തെക്കാളും കൂടുതൽ എന്തേ ചെയ്യുള്ളൂ, ദോഷമേ ചെയ്യുള്ളൂ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോൾ, UPSC ഇന്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഐ എം എ ക്യൂസർ. ഓക്കെ, ഞാൻ ക്യൂസിംഗിൽ കുറച്ച് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു നാഷണൽ ലെവൽ ക്യൂസിന് പോയിട്ടുണ്ട് എന്ന് എഴുതി വെച്ചു. എന്റെ അടുത്ത് ആ ഇന്റർവ്യൂ ബോർഡിനകത്തുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞേ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്കിപ്പോ ഒരു ക്യൂസ് നടത്താം, ഒരു റാപ്പിഡ് ഫയർ നടത്താം. ഓക്കെ, ആൻസർ ചെയ്യുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി എന്നോട് ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചു. 5 എനിക്ക് അറിയാമായിരുന്നു, ബാക്കി 5 സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഗസ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എഴുതിയ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യാം, അവർക്ക് ഒരു താല്പര്യം തോന്നിയാൽ അത്തരത്തിലുള്ള രീതിയിൽ ഒരു ആൻസറിലേക്ക് വരാം. എന്നോട് ആരോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഇഫ് യു ഡോണ്ട് ഹാവ് എനി പെർട്ടിക്കുലർ ഹോബി, വാട്ട് ഷുഡ് ഐ റൈറ്റ്? ഓക്കെ, അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഹോബി ഇല്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ വിടുന്നതും കുഴപ്പമില്ലടോ.
ഓക്കെ. പക്ഷെ അന്നേരം ഒരാൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്കൊരു ഹോബി ഇല്ലാത്തത് എന്നുള്ള രീതിയിലേക്ക് ചോദിച്ചാൽ, നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ പറയുന്ന രീതിയിൽ കുറച്ച് എന്റെ അക്കാഡമിക്സുമായിട്ട് ഞാൻ കുറച്ച് കാര്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു അടുത്ത കാലത്ത് അത്തരത്തിലുള്ള ഒരു ഹോബി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതലും PSC പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷനിലായിരുന്നു. സോ ദാറ്റ്സ് വൈ ആക്ച്വലി ലൈക്ക് എനിക്ക് എന്താണ് ഞാൻ ഈ ഒരു ഹോബി എന്നുള്ള രീതിയിലേക്ക് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. സോ ദാറ്റ്സ് ആൻസർ. നിങ്ങൾ അങ്ങനെ ഹോബി എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ പറയാൻ പറ്റിയാൽ ദാറ്റ് വിൽ ഡു. അങ്ങനെ കൃത്യമായി ഒരു ഹോബി വേണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ഹോബി എന്നുണ്ടെങ്കിൽ എഴുതാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം. ആരും ഒന്നുകൂടെ ചോദിച്ചു. താങ്ക് യു. ദാറ്റ്സ് ആക്ച്വലി ലൈക്ക് ഓക്കെ. താങ്ക്സ് ടു ഹിയർ. ഓക്കെ. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആരോ എന്നോട് ചോദിച്ചിരുന്നു, എന്നോടല്ല, കരിയർ റിലേറ്റഡ് ഒരു കരിയർ ഗ്യാപ്പ് അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു കാര്യം എന്ത് ചെയ്തിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് ചോദിച്ചതെന്ന് പറയാവോ? ഇത് വന്നപ്പോ അതിന്റെ കൂട്ടത്തിൽ പറയുന്നേ ഉള്ളൂ. ഗൂഗിളെ ക്ലിയർ ആയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക്. കരിയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഉള്ളതുപോലെ ശരിക്കും ഹോണസ്റ്റ് ആയിട്ടൊക്കെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ PSCക്ക് എനിക്ക് കരിയർ ഗ്യാപ്പിന് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. അപ്പം എത്ര വർഷം ഗ്യാപ്പ് ഉണ്ട്? ഗ്യാപ്പ് ഒരു 3-4 കൊല്ലത്തെ ഉണ്ട്. 3-4 കൊല്ലത്തെ ഉണ്ട്. ഡിഗ്രി എന്തായിരുന്നു? PG അങ്ങനെ എന്തെങ്കിലും എടുത്താണോ? UG മാത്രമായിരുന്നോ? ഞാൻ PG ആയിരുന്നു. എനിക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാനറ ബാങ്കിൽ ഓഫീസറായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പൊ ആ ജോലി വിട്ടിട്ടാണ് UPSC എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല. അതാണ് അവസ്ഥ. ഓക്കെ. ഗൂഗിളെ ഫസ്റ്റ് തിങ്, നമുക്ക് അങ്ങനെ ഒരു കരിയർ ഗ്യാപ്പ് അത്തരത്തിലുള്ള രീതിയിൽ ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കരിയർ ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല എന്ന് വിശ്വസിപ്പിക്കേണ്ടത് ആദ്യം നമ്മളെ തന്നെയാണ്. ഓക്കെ. കാരണം ആ ഒരു വർഷം നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു ഗ്യാപ്പ് അല്ല. ഓക്കെ. ഗൂഗിളിന്റെ ഒരു സിറ്റുവേഷൻ എനിക്കറിയാം. കാനറ ബാങ്കിൽ ഓഫീസർ ആയിരുന്നു. ദെൻ ആക്ച്വലി ലൈക്ക് UPSCക്ക് വേണ്ടിയിട്ട് വിട്ടു. ഇറ്റ് ഹാപ്പൻസ്. നമുക്ക് UPSC അല്ലെങ്കിൽ PSC എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. സോ ഇറ്റ് ഹാപ്പൻസ്. സോ ആ ഒരു ഇന്റർവ്യൂ ബോർഡിൽ നമ്മൾ പ്ലാസ്റ്റിക് ആവാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ സത്യമായിട്ട് തന്നെ പറയും. കാരണം നമ്മൾ അഭിനയിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് അഭിനയിക്കേണ്ടതായിട്ട് വരും. സോ അതിൽ പറയാൻ പറ്റുന്ന കാര്യം, ഐ വാസ് വർക്കിംഗ് വിത്ത് ഈ പറയുന്ന മലയാളത്തിൽ പറയാം, നമുക്ക് ഈ പറയുന്ന രീതിയിൽ കാനറ ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ മോസ്റ്റ്ലി ഈ ഒരു ക്വസ്റ്റ്യൻ ഗൂഗിളിന് ഷുവർ ആണ്. അതായത് വൈ യു ലെഫ്റ്റ് കാനറ ബാങ്ക്, നമ്മൾ അത്തരത്തിലൊരു ജോബ് വിട്ടത് എന്തിനാണ് എന്ന് പറയണം. അതിനൊരു ആൻസർ ഗൂഗിളിന്റെ കയ്യിൽ കാണും. അതിനുശേഷം ഞാൻ UPSCക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോ UPSC തുടക്കത്തിൽ എനിക്ക് ഈ പറയുന്ന രീതിയിൽ അത്യാവശ്യം ഓക്കെ ആ ഒരു ടൈം കൃത്യമായിട്ട് എനിക്കൊന്നും ചെയ്യാനായി പറ്റിയില്ല. ഒരു ഫസ്റ്റ് ഇയറിൽ എനിക്ക് എന്റെ പ്രിപ്പറേഷൻ അത്ര നല്ലതായിട്ട് വന്നില്ല. സോ ഞാനൊരു സെക്കൻഡ് ഇയർ തൊട്ടാണ് ഞാൻ കാര്യമായിട്ട് എന്ത് ചെയ്തത്, പ്രിപ്പയർ ചെയ്തത്. എന്റെ തേർഡ് ഇയർ തൊട്ട് UPSC അല്ലെങ്കിലും മറ്റു തരത്തിലുള്ള എക്സാംസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഞാൻ അങ്ങനെ ക്ലിയർ ചെയ്തൊരു എക്സാമിലാണ് സർ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. സോ ആക്ച്വലി എന്റെ ടൈം ഫ്രൂട്ട്ഫുൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. യു ക്യാൻ സേ ഇറ്റ്. ഒരു കുഴപ്പമില്ല. അതൊരു കരിയർ ഗ്യാപ്പ് എന്നുള്ള രീതിയിൽ എടുക്കണ്ട. അത് നമ്മളുടെ ഈ പറയുന്ന രീതിയിൽ എന്താണ്, നമ്മളുടെ ഒരു ലൈഫിനകത്ത് നമ്മൾ എടുത്ത ഒരു പോസ് മാത്രമാണ്. നമുക്ക് കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമുക്ക് അത്രയും അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എന്റെ ഈ 2 വർഷം എന്റെ ലൈഫിന്റെ ബാക്കി 40 വർഷത്തേക്കുള്ള എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഒന്നൊന്ന് പോളിഷ് ചെയ്ത് അവർക്ക് ഒരു ഇന്റിമിഡേറ്റിംഗ് അല്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയാൽ കുഴപ്പമൊന്നുമില്ല ഗൂഗിള്. അത് നമുക്ക് ഇരിക്കാടോ. ഓക്കെ ഗൂഗിൾ, അത് നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ അങ്ങനെ. പക്ഷെ ഗൂഗിളിന്റെ അടുത്ത് തന്നെ പറയാം, എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് ഒരു തേങ്ങയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മുൻപോട്ട് പോകാൻ, എന്റെ ലൈഫ് എനിക്കിഷ്ടമുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ഞാൻ എടുത്ത ഒരു ചെറിയ ഒരു ഇന്റർവെല് മാത്രമാണ്. അതാദ്യം ഗൂഗിളിനെ വിശ്വസിപ്പിച്ച ഈ ക്വസ്റ്റ്യൻ പോലും വരില്ലടോ. ഓക്കെ, എന്തായാലും നമുക്കിരിക്കാം. നമുക്കൊരു 1-to-1 ടൈമിൽ നമുക്ക് കാര്യമായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. കാര്യം ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബാക്കി എല്ലാവരോടും കൂടി പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് ഇപ്പൊ UG കഴിഞ്ഞ് PG കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം.
അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും നേരത്തെ ഏതെങ്കിലും ജോബിൽ, ഓക്കെ, ഞാനും ഫേസ് ചെയ്തതാണ്. ഞാൻ IB ഞാൻ ഇന്റലിജൻസ് ബ്യൂറോയിൽ 3.5 വർഷം വർക്ക് ചെയ്താണ്. അത് കഴിഞ്ഞിട്ടാണ് അത് വിട്ടിട്ട് ഞാൻ UPSCയുടെ മറ്റൊരു ഇന്റർവ്യൂ, പിന്നെ അതുപോലെ തന്നെയുള്ള ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത്. സോ ഓഫ് കോഴ്സ് ഈ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള നല്ലൊരു ജോബ് അല്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ എന്നുള്ള രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരിടത്ത് ഞാൻ ഏകദേശം കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞു, രണ്ടാമതൊരിടത്ത് ഞാൻ കുറച്ച് പോളിഷ്ഡ് ആയിട്ടില്ല, ബിക്കോസ് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ആ ഒരു രീതിയിലുള്ള ഒരു ആൻസർ പറഞ്ഞു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, നിങ്ങൾ ഒരു ജോലി വിട്ടിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഒരു ആൻസർ വേണം. പക്ഷെ ആൻസർ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള എംപ്ലോയറിനെ നിങ്ങൾ അങ്ങനെ ഇടിച്ചു താഴ്ത്തി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ആൻസർ പറയും. മഹാമോശമായിരുന്നു, എന്റെ അമ്മു അവന്റെ അടുത്ത് നിന്ന് അങ്ങ് പോയാൽ മതിയായിരുന്നു, എന്റെ സാറെ പെട്ടുപോയതാണ്, പിന്നാണ് മനസ്സിലായി, ഇമാതിരി ആൻസർ പറയരുതെന്നേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനൊരു നല്ലൊരു ആൻസർ നമുക്ക് കണ്ടെത്താം. സോ അത്തരത്തിലുള്ള ഒരു ആൻസർ പറയാ, കെയർഫുൾ ആയിട്ട് അതെന്തായാലും ഉറപ്പായിട്ട് നോക്കുക. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എന്തിനാണ് ആ ജോബ് വിട്ടത്. ഇനി നമ്മൾ ഈ പറഞ്ഞു തരുന്ന ആൻസർ അല്ലാതെ നിങ്ങൾക്ക് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട് എന്ന് വിചാരിക്കാം. ദാറ്റ്സ് ദ ഗുഡ് ആൻസർ, ദാറ്റ്സ് ദ ബെസ്റ്റ് ആൻസർ. കാരണം നമ്മൾ ഒരു ഇന്റർവ്യൂവിന് എടുക്കുമ്പോൾ ഇന്റർവ്യൂവിൽ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന സാധനം ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അല്ലെങ്കിൽ വൈ ഡു യു വാണ്ട് ടു ബി ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, വൈ ഡു യു വാണ്ട് ദിസ് ജോബ്, ഇതിനേക്കാളും ബെറ്റർ ആയ ഒരു ജോബ് കിട്ടിയാൽ നിങ്ങൾ പോവില്ലേ, ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സി ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസിനൊന്നും കൃത്യമായ ഒരു ആൻസർ ഇല്ലടോ. പേഴ്സൺ ടു പേഴ്സൺ ആ ആൻസർ ഡിഫറെന്റ് ആണ്. ഓക്കെ, കൃത്യമായിട്ട് ഞാനിപ്പോ പറയുന്നു, ഈ പറയുന്ന രീതിയിൽ എന്തിനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് പോകുന്നത്, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സർവീസ് ആണ്, എനിക്കൊരു സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കണം എന്നുള്ളത് എന്റെ ജന്മാഭിലാഷമാണ്, മറ്റതാണ് മറിച്ചതാണ്, ഇതിലും വലിയ പോസ്റ്റ് എനിക്കില്ല. സി അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ആൻസറിലേക്ക് പോകാതെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ആൻസർ എന്ത് ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യം. ഒരു സെക്കൻഡ്, അജ്മൽ സർ, ആർ യു ദേർ? സർ കേൾക്കാമോ? സർ നമ്മളുടെ 5 പില്ലേഴ്സ് ഒന്ന് ഇടോ, ജസ്റ്റ് എ സെക്കൻഡ്. താങ്ക് യു. ഓക്കെ, സി നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. സി ഇതില് നമ്മള് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ നോക്കുന്നത് ആക്ച്വലി ഈ പറയുന്ന രീതിയിൽ 1 ഉം 3 ഉമാണ്. അതായത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയും നമ്മളുടെ ഒരു ഇന്റലിജൻസുമാണ്. പക്ഷെ അതിനേക്കാളും കിടിലമായിട്ടുള്ള കാര്യം ഒരു ഒറേഷൻ സ്കില്ലാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാമോ? ഒരു എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഓക്കെ, നമ്മള് ഈ പറയുന്ന രീതിയിൽ കിരീടം സിനിമ എടുക്കുന്നു. ഓക്കെ, കിരീടം എന്ന് പറയുന്ന സിനിമ, സ്ഫടികം എന്ന് പറയുന്ന സിനിമ എടുക്കുന്നു, നരസിംഹം എന്ന് പറയുന്ന സിനിമ എടുക്കുന്നു. ഈ 3 സിനിമയ്ക്കും കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ആർക്കെങ്കിലും പറയാം? കിരീടം, ദെൻ സ്ഫടികം, നരസിംഹം. മോഹൻലാലാണ് നായകൻ എന്ന് പറയരുത്, അതല്ല. ആരെങ്കിലും? സെയിം സ്റ്റോറിയാണ് സർ. എക്സാക്ട്ലി അമീഷ, എക്സാക്ട്ലി. ഈ 3 സിനിമയും ഒരേ സ്റ്റോറിയാണ്, ഒരൊറ്റ സ്റ്റോറിയാണ്. ഓക്കെ, മാത്രമല്ല ഇതിന്റെ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാലും ഇതിൽ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന തിലകനാണ്. ഇവര് രണ്ടുപേരും കൂടി ഇത് 3 സിനിമയും ദ വെരി സെയിം സ്റ്റോറി. ഓക്കെ, അതായത് എല്ലാത്തിനകത്തുള്ള സ്റ്റോറി എന്താണ്? അച്ഛൻ മകനെ എന്തെങ്കിലും വലിയ രീതിയിലാക്കി കാണാൻ, വലിയൊരു പൊസിഷനിലേക്ക് എത്തിക്കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അച്ഛൻ. ഓക്കെ, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വിധി എന്നുള്ള കാര്യം കൊണ്ട് മോനൊരു ഗുണ്ടയായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, മാറിപ്പോകുന്നു. എന്നാൽ അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിന്റെ ആഴം, അതിൽ നിന്ന് പോകുന്ന രീതിയിലുള്ള ഒരു റിവഞ്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ്. ഈ 3 സിനിമയുടെയും സ്റ്റോറി സെയിം ആണ്. ബട്ട് ആ 3 സിനിമയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് സ്ഫടികം തന്നെ അല്ലേ, അല്ലെങ്കിൽ ഇത് നരസിംഹം അല്ലേ, അല്ലെങ്കിൽ ഇത് മറ്റതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നില്ലടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 സിനിമയും എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സി അത് തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ പോയിന്റ്സ് ഉണ്ടാവില്ല, നിങ്ങളുടെ കയ്യിൽ പോയിന്റ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ആൻസർ ഉണ്ടാവില്ല. പക്ഷേ അത് നിങ്ങൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആണ്. ഫൈൻ എക്സാക്ട്ലി. ഓക്കെ, ഏകദേശം രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, സോ ആ ഒരു രീതിയിൽ ആക്ച്വലി എന്ത് ചെയ്യുന്നു, അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സി അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇറ്റ് ഈസ് ലിസണേഴ്സ് എൻഗേജ്മെന്റ്.
നമ്മളുടെ മുമ്പിലുള്ള ഈ 5 പേര് അല്ലെങ്കിൽ 4 പേര് ആ ഒരു ഇന്റർവ്യൂ ബോർഡിനെ നമുക്ക് എങ്ങനെ എൻഗേജ് ചെയ്യാം, അവരുടെ അടുത്ത് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അവരെ എത്തിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ ലിസണേഴ്സ് എൻഗേജ്മെന്റ് കറക്റ്റ് ആണ്. അതിൽ നിങ്ങൾക്കൊരു 80-100 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുവടോ, ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നു പോകും. അപ്പൊ ഒരു ലിസണേഴ്സിനെ എൻഗേജ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒന്നാമത്തെ കാര്യം, ഉറക്ക സംസാരിക്കുക. ഒരിത്തിരി ഉറക്ക തന്നെ സംസാരിക്കുക. ഓക്കെ, ഒരിത്തിരി ഉറക്ക തന്നെ സംസാരിക്കുക. കാരണം എസ്പെഷ്യലി ലേഡീസിനാണെങ്കിൽ കുഴപ്പം, അവിടെ വന്ന് നമ്മളിങ്ങനെ സംസാരിക്കാനായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഞഞ്ഞു അത് മാത്രമേ ഉള്ളൂ, ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യില്ല, കേൾക്കില്ല. ഇനി ഇൻഡോ ബോർഡിൽ ഇരിക്കുന്നത് ഒരു 60 കഴിഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ കുറച്ച് പ്രായമായ ആൾക്കാരാണെങ്കിൽ അവര് ചിലപ്പോൾ ഒരു കുന്തവും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കേൾക്കുന്നുണ്ടാവില്ല. നമുക്കത് കൃത്യമായി അവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരല്പം ഉറക്കെ, അതങ്ങ് ഉറക്ക വിളിച്ചു പോകാനല്ല, ഒരല്പം ഉറക്കെ അവർക്ക് പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, കേൾക്കുന്ന രീതിയിലേക്ക് നമ്മൾ സംസാരിക്കുക. 2, നമ്മളുടെ സംസാരത്തിൽ, എന്റെ സംസാരത്തിലും കുറച്ച് സ്പീഡ് ഉണ്ട്, പക്ഷെ ആ സ്പീഡ് കഴിവതും നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ആ സ്പീഡ് എന്ത് ചെയ്യുക, ഒന്ന് കുറയ്ക്കുക. നമ്മൾ സ്പീഡ് കുറച്ച് നമ്മൾ ഉറക്കെ സംസാരിക്കാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ആൻ ഒതന്റിസിറ്റി. കുറച്ച് ഒതന്റിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരാളാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ, അത് മതി. നമുക്ക് അരമണിക്കൂർ ആ തോന്നൽ മതി. ഓക്കെ, ആ ഒരു അരമണിക്കൂറിൽ നമ്മൾ ശ്രീജിത്ത് പണിക്കരോ അല്ലെങ്കിൽ അർണബ് ഗോസ്വാമിയോ ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ആ തോന്നൽ അവരിലേക്ക് എന്ത് ചെയ്താൽ മതി, എത്തിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് കുറവുള്ളവരാണെങ്കിൽ കുറച്ച് സൗണ്ട് എടുത്ത് തന്നെ സംസാരിക്കുക. ഓക്കെ, കുറച്ച് സ്പീഡ് കുറച്ച് ബാക്കിയുള്ളവർക്ക് കേൾക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന കാര്യം എത്തുന്ന രീതിയിൽ തന്നെ സംസാരിക്കാം. ഇനി ലിസണിനെ എൻഗേജ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം, നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ല എന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ചെറിയ എക്സാമ്പിൾസ് വെച്ചിട്ട്, എക്സാമ്പിൾസ് കോറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പറയുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളുടെ ഈ പറയുന്ന ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഇന്നിപ്പോ നമ്മളുടെ ഇലക്ഷൻസ് എല്ലാം കഴിഞ്ഞതേ ഉള്ളൂ. സപ്പോസ് നിങ്ങളുടെ ആ ഒരു ടൈമിലായിരിക്കും ഈ പറയുന്ന രീതിയിൽ മേയറോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും തരത്തിലുള്ളതോ അത്തരത്തിലുള്ളവർ എന്ത് ചെയ്യുന്നത്, ഇതിൽ ചടങ്ങെടുക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം തിരുവനന്തപുരത്ത് നടക്കുന്നു എന്ന് വിചാരിക്കാം. അത് ആ ഒരു ടൈമിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അവിടെ ഇന്റർവ്യൂവിന് പോകുന്നത് എന്ന് വിചാരിക്കും. അതായത് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു കാര്യം. അപ്പോ അന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം, ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ പറ്റി ചോദിക്കാം. ഏത് ആർട്ടിക്കിൾ 40 അല്ലെങ്കിൽ 73rd അമെന്റ്മെന്റ്, 74th അമെന്റ്മെന്റ് അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യത്തിനെ പറ്റി ചോദിക്കാം. അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ ചോദിക്കാം, നിങ്ങൾ വോട്ട് ചെയ്തോ, ഈ പ്രാവശ്യത്തെ ഇതിന് വോട്ട് ചെയ്തോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൽ വോട്ട് ചെയ്യാത്ത എത്ര പേരുണ്ടേ ഇതിനകത്ത്? ഈ പ്രാവശ്യം വോട്ട് ചെയ്യാത്തവര്, വോട്ട് ചെയ്യാത്തവരുണ്ടോ? വോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, വോട്ട് ചെയ്തിട്ടില്ല. മക്കളെ, വോട്ട് ചെയ്തോ ഇല്ലയോ, നമ്മൾ പറയേണ്ട സാധനം എന്താണ്? ചെയ്തു നമ്മൾ ചെയ്തു എന്നുള്ളത് തന്നെയാണ് കാര്യം. വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക, നമുക്കത് അവിടെ തെളിയിക്കേണ്ടി വരിക. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ ഇങ്ക് കാണിക്കാതെ മാഞ്ഞുപോയി. ഓക്കെ, നമ്മൾ നല്ലോണം എന്ത് ചെയ്യായിരുന്നു, നല്ലോണം ഈ പറയുന്ന രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു, അങ്ങനെ മാഞ്ഞുപോയി, അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്നും. ഇനി അതല്ല, അത്രയും കുഴപ്പം നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ വേണമെങ്കിൽ വരച്ചേച്ച് നോക്കുക, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാരണം നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി വൈ യു ആർ എ പൊളിറ്റിക്കൽ, നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നില്ലേ? അല്ലെങ്കിൽ EVM ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല എന്നുണ്ടെങ്കിൽ വോട്ട് ചോരിയെ പറ്റിയിട്ട് അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ല. സോറി, അത് കുറെ പൊളിറ്റിക്കൽ ആണ്. സോ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി വരില്ല. എങ്കിൽ പോലും ആ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുള്ളൂ. എന്നാൽ വോട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ഓക്കെ, നമ്മൾ എന്താണ്, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ ആണ്. നമുക്ക് ഈ ജോലിക്ക്, ഏത് തരത്തിലുള്ള സർക്കാർ ജോലിക്കും ആദ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു റെസ്പോൺസിബിലിറ്റി, ദെൻ ഒരു ലോ അബൈഡിങ് നേച്ചർ. ഓക്കെ, കാരണം നമ്മൾ ഇതിന്റെ ഏറ്റവും ഹയർ ആയിട്ടുള്ള പോസ്റ്റിലേക്ക് അല്ല പോകുന്നത്. നമ്മുടെ സെക്രട്ടറി എന്ന് പറയുന്നത് ഏകദേശം ഒരു മീഡിയം ലെവലിലുള്ള, മീഡിയം എന്നും പറയാൻ പറ്റില്ല എങ്കിൽ മീഡിയം എടുത്തോളൂ, അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങളാണ് നാളെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ പറയുന്ന രീതിയിൽ വോട്ടിംഗ് നടത്താനായിട്ട് ഫസ്റ്റ് പോളിംഗ് ഓഫീസറായി, സെക്കൻഡ് പോളിംഗ് ഓഫീസറായി, പ്രിസൈഡിംഗ് ഓഫീസറായി, അത്തരത്തിലുള്ള ഓഫീസേഴ്സ് ആയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്തോ എന്ന് വെച്ചാൽ വോട്ട് ചെയ്തു, അത്രയും തന്നെ ഉള്ളൂ. ദെൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാൻ സാധ്യതയില്ലേ? കാരണം എന്താ വെച്ചാൽ 21 വയസ്സ് ഒരു മേയർ, CA ഇന്റർവ്യൂ, POV, പറയാം. ഓക്കെ, പറയാം. ഓക്കെ, സോ ആ ഒരു രീതിയിൽ ആക്ച്വലി എന്ത് ചെയ്തു, ഓക്കെ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ, രാവിലെ അന്നത്തെ പത്രം ഒന്ന് വായിക്കാൻ ശ്രമിക്കുക.
അന്നത്തെ ദിവസത്തെ പത്രം, നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന ദിവസത്തെ പത്രം എന്താ ചെയ്യുക, ഉറപ്പായിട്ടൊന്ന് വായിക്കാൻ ശ്രമിക്കുക. അതിന്റെ തലേ ദിവസത്തെ TV ന്യൂസ് നിർബന്ധമായും കണ്ടിരിക്കുക. ന്യൂസ് അവർ കാണണമെന്നൊന്നും ഞാൻ പറയണില്ല. ന്യൂസ് അവർ എന്നൊക്കെ പറയണം 4 പട്ടിക്കൂടിനകത്ത് 4 പട്ടികൾ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബോബോ 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 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, തമ്മിൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. അത്രയൊന്നും വേണ്ട. എങ്കിൽ പോലും നമ്മളൊരു ന്യൂസ്, തലേ ദിവസത്തെ ന്യൂസ് ഒന്ന് കാണുക, അന്നത്തെ ദിവസത്തെ പത്രം വായിക്കുക. അതിന് തൊട്ടു മുമ്പത്തെ 2 ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ, ഇന്റർനാഷണൽ ആസ് വെൽ ആസ് കേരള സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുക. അതായത് നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് 4 എന്നുണ്ടെങ്കിൽ 1 തൊട്ട് 4 വരെയുള്ള പത്രം മസ്റ്റാണ്. തലേ 2 ദിവസത്തെ ന്യൂസ്, രാത്രിയിലത്തെ ന്യൂസ് മസ്റ്റാണ്. അന്നത്തെ ദിവസത്തെ പത്രം ചത്താലും വായിച്ചിരിക്കുക. വായിക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് രാവിലത്തെ സെഷനിലാണ് കയറുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വായിക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ വരും. ജസ്റ്റ് നമ്മൾ ഫോൺ എടുത്ത് ഫോണിനകത്ത് എന്ത് ചെയ്യുക, മനോരമയോ മാതൃഭൂമിയോ അതുപോലെ ഇതിനകത്തെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും നോക്കി പോവാം. ആ ന്യൂസുകളിൽ ഏതെങ്കിലും അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ദിവസം, നിങ്ങൾ കയറുന്ന ദിവസമാണ്, സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മളുടെ ഗവർണറും നമ്മളുടെ മന്ത്രിമാരും തമ്മിൽ അടിയാണ്. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനം പറയുന്നു എന്ന് വിചാരിക്കാം. ഓഫ് കോഴ്സ് ഈ പറയുന്ന രീതിയിൽ ഗവർണറുടേതായിട്ടുള്ള പവറുകൾ, അല്ലെങ്കിൽ കോടതി ഗവർണറുടെ അടുത്ത് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ ഒരു ബില്ല് കിട്ടിയാൽ അത് എന്ത് ചെയ്യണം, ഒപ്പിടണമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ക്വസ്റ്റൻ ആയിട്ട് വരാം. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റൻ ആയിട്ട് വരാം, അന്ന് നടന്ന കാര്യങ്ങൾ. പക്ഷെ ഈ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറായി പറയരുത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാം. ഒരു കാരണവശാലും ബ്ലഫ് ചെയ്യരുത്. ഒരു കാരണവശാലും അത് ബ്ലഫ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം അറിയുന്ന രീതിയിൽ പ്രസന്റ് ചെയ്താൽ അവർക്ക് നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതായത് നമ്മുടെ മുമ്പിൽ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർക്ക് നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് ഒരു എരയെ കിട്ടി, ഒരു സന്തോഷം കിട്ടി. അവരെന്ത് ചെയ്തു, ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ മണ്ടത്തരത്തിൽ ഒരു അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ അതിലും വലിയ മണ്ടത്തരം പറയും, അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പണി കിട്ടുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. നിങ്ങളുടെ ഇന്റർവ്യൂ, ഒരു ഐഡിയൽ ഇന്റർവ്യൂ സംവെയർ ബിറ്റ്വീൻ 15 to 20 minutes. നിങ്ങളുടെ ഇന്റർവ്യൂ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ 2 അർത്ഥമേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ഒരു എക്സലന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾ ഒരു സൂപ്പർബ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങളോട് അറിയാൻ ഇന്റർവ്യൂ ബോർഡിന് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഇന്റർവ്യൂ ബോർഡിന് സമയം കളയാനുള്ള രീതിയിലുള്ള ഒരാളെ എന്ത് ചെയ്തു, അവർക്ക് കിട്ടി, അവർ നിങ്ങളെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും മാത്രമേ ഒരു 20-25 മിനിറ്റിന് മുകളിലേക്ക് പോയാലുള്ള ഒരു സിറ്റുവേഷൻ. നമുക്ക് അങ്ങ് ഭയങ്കര എക്സലന്റ് ആയില്ലെങ്കിലും നമുക്ക് തട്ടുകേട് കൂടാതെ ഒരു 10-11 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് വാങ്ങാൻ പറ്റണം. അതിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 രീതിയിൽ പറയാം. സോറി സർ, ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. സർ എനിക്കിപ്പോ പെട്ടെന്ന് ഞാൻ വായിച്ചിരുന്നു, പെട്ടെന്ന് തന്നെ എനിക്ക് അതിന്റെ ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല സർ. അല്ല, നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് വിചാരിക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല എന്ന് പറയും. സർ ഞാൻ വായിച്ചിരുന്നു, കൃത്യമായ ഓർമ്മ കിട്ടുന്നില്ല, ക്യാൻ ഐ ടേക്ക് എ ഗസ്, എനിക്കൊരു ഗസ് എടുത്തോട്ടെ. മോസ്റ്റ് ഓഫ് ദ ടൈം അവരെന്ത് ചെയ്യും, ഇവർ ഗസ് എടുത്തോട്ടെ എന്നുള്ളത് എന്ത് ചെയ്യും, അവർ ഓക്കെ എന്ന് പറയും. ഇനി അത് തെറ്റിപ്പോയ ഈ ഇന്റർവ്യൂ ബോർഡിലുള്ള ചിലർ തന്നെ നമ്മളെ പഠിപ്പിക്കാനായിട്ട്, നമ്മളെ തിരുത്താനായിട്ട് ശ്രമിക്കും. അതായത് അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. കുറച്ച് പ്രായമുള്ള ആൾക്കാർ, നല്ല പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പറയും. അവർ പറയുമ്പോൾ നമ്മൾക്ക് അത് കിട്ടിയ ഭാഗ്യമായിട്ട് നമ്മൾ അങ്ങ് വിചാരിക്കാം. കാര്യം ഇന്റർവ്യൂവിന്റെ കുറച്ച് സമയം അവരങ്ങ് തിന്നും. അവരെന്ത് ചെയ്യും, അവർ നമ്മുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയും. അപ്പൊ നമ്മൾ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും. ആണോ, ഓ യെസ് സർ, ഓക്കെ, സർ, ഓക്കെ. അത് കഴിഞ്ഞ് അയാൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും താങ്ക് യു സർ, ഒരു താങ്ക് യു പറയാം. അയാൾക്കും ഒരു സന്തോഷവും, കൂടിയിരിക്കുന്നവർക്കും ആ സാധനം ഒരു സന്തോഷം. അങ്ങനെ നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആയിരുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ, അത് കേട്ടോണ്ടെങ്കിൽ ഇരിക്കുക, നല്ല സന്തോഷമുള്ള കാര്യമാണ്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും എന്താവരുത്, നമ്മൾ സ്ട്രെസ്ഡ് ആവരുത്, അല്ലെങ്കിൽ നമ്മളൊരു ഇംപേഷ്യൻസ് കാണിക്കരുത്. അത് നമ്മളുടെ സന്തോഷമാണ്, നമ്മളുടെ ഭാഗ്യമാണ്. അവർ പറഞ്ഞല്ലോ, ബാക്കി സമയം അവർ പറഞ്ഞില്ലേ, 2-3 എന്ത് ചെയ്യും, പണി കിട്ടുന്ന ക്വസ്റ്റൻ ആണ് അവരെന്ത് ചെയ്തത്, നമുക്കായിട്ട് വിഴുങ്ങി തന്നെ. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പൊ അവർക്കൊരു താങ്ക്സോടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോവുക. ഒരാൾ നിങ്ങളെ തിരുത്താൻ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അയാൾ അതിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, അയാൾ ഇന്റർഫിയർ ചെയ്തോട്ടെ. എന്നാൽ നിങ്ങൾക്ക് കൃത്യമായി അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ആക്ച്വലി ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇയാള് തെറ്റാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം,
ഐ ബെഗ് ടു ഡിഫർ സർ. ഓക്കെ, എനിക്ക് അതിലൊരു ഇതുണ്ട് സർ. അക്കോർഡിംഗ് ടു മൈ ലിമിറ്റഡ് നോളജ്, ഓക്കെ, എന്റെ ലിമിറ്റഡ്, അതായത് നിങ്ങൾ എന്തോ വലിയ സംഭവമാണ്, നിങ്ങളാണല്ലോ ആപ്പീസർ, ഓക്കെ, നമ്മൾ പാവമാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, അക്കോർഡിംഗ് ടു മൈ ലിമിറ്റഡ് നോളജ് സർ, ഓക്കെ, മൈ ആൻസർ ഈസ്, അല്ലെങ്കിൽ സി ഐ തിങ്ക് ഓർ ആക്ച്വലി ലൈക്ക് ഐ ബിലീവ്, ഓക്കെ, ഐ തിങ്ക് ഓർ ഐ ബിലീവ് എന്നുള്ള രീതിയിലേക്ക് പറയാം. ആരോ 2 ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ഫൈൻ. സോ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ അടുത്ത് അവർ ചോദിക്കാറുണ്ട്, അവർ ചോദിക്കാറുണ്ട്, ആർ യു കോൺഫിഡന്റ് വിത്ത് ഇൻ ഇംഗ്ലീഷ് ഓർ ലൈക്ക് മലയാളം എന്ന് ചോദിക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇന്റർവ്യൂ മലയാളത്തിൽ തന്നെ ആൾക്കാർ പറയാറുമുണ്ട്. വളരെ കുറച്ച് ഇന്റർവ്യൂ ബോർഡുകൾ മാത്രമേ ഓക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ച് ഇംഗ്ലീഷിലേക്ക് പോകാറുള്ളൂ. ഓക്കെ, ആർ യു കോൺഫിഡന്റ്, ആർ യു ഓക്കെ വിത്ത് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് സർ, ഓക്കെ, ലൈക്ക് ഐ പ്രിഫർ മലയാളം ബട്ട് ഐ എം ഓക്കെ എന്നങ്ങ് പറഞ്ഞാൽ മതി. നമുക്ക് മലയാളമാണ് നല്ലത്, ഓക്കെ, ഇംഗ്ലീഷ് അത്ര പാടാണെന്ന് തോന്നുകയാണെങ്കിൽ ഐ പ്രിഫർ മലയാളം ബട്ട് ഐ എം ഓക്കെ വിത്ത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലേക്ക് വിട്ടാൽ മതിയാവും. ദെൻ ഒരു ആദ്യം ഒരു ഒറേഷ്യസ് ലീഡർ അല്ല, ഹോബി റീഡിംഗ് എന്നൊക്കെ വെച്ചാൽ ബാക്ക് ഫയർ ചെയ്യുമോ? ഗൂഗിളെ ഈ പറയുന്ന രീതിയിൽ റീഡിംഗ് എന്ന് വെക്കാം. പക്ഷെ റീഡിംഗ് എന്ന് വെക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ പ്രിസൈസ് ആയിട്ട് വെക്കും. റീഡിംഗ് മലയാളം ഷോർട്ട് സ്റ്റോറീസ്, റീഡിംഗ് മലയാളം നോവൽസ്, അല്ലെങ്കിൽ റീഡിംഗ് ദിസ് ജനർ, ഓക്കെ, ഏത് ജേണറാണോ ആ ഒരു ജോണർ മാത്രം എന്ത് ചെയ്യുന്നു, വായിക്കുന്നു എന്ന് പറയാം. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള ഏത് ക്വസ്റ്റിനും അവർക്ക് ചോദിക്കാം. അതായത് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ലൈക്ക് ബുക്ക് പ്രൈസ് കിട്ടിയ അതിനെ പറ്റിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ശശി തരൂർ എഴുതിയിട്ടുള്ള വൈ ഐ ആം എ ഹിന്ദു എന്നുള്ള രീതിയിലുള്ളതിനെ പറ്റി ചോദിക്കാം. അങ്ങനെ എന്ത് വേണേലും ചോദിക്കാം. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയും അങ്ങനെയൊന്നും ഞാൻ വായിക്കാറില്ല സർ, എന്റെ ഒരു ജോണർ എന്ന് പറയുന്നത് ഏതാണ്, മലയാളം ഷോർട്ട് സ്റ്റോറിയാണ് അല്ലെങ്കിൽ മലയാളം നോവലാണ്. ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുക, അതിനെ ഒന്ന് പിൻ പോയിന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതാണ് നമ്മളുടെ മാസ്റ്ററി. അതിൽ മാത്രമായിട്ട് നമുക്ക് ഒതുക്കാനായിട്ട് പറ്റും. അല്ലാതെ റീഡിങ്, ഡാൻസിങ്, ജോഗിങ്, വാക്കിംഗ് അങ്ങനെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോവാതെ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് എന്ത് ചെയ്യുക, ഹോബി എഴുതിയാൽ നന്നായിരിക്കും. ഓക്കെ അല്ലേ, ഫൈൻ അല്ലേ? സോ അതാണ് അതിനകത്തെ കാര്യം. സോ അങ്ങനെ ലിസണേഴ്സിനെ എൻഗേജ് ചെയ്ത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ അതിന്റെ ഒരു ടോണിൽ തന്നെ, നമ്മൾ സംസാരിക്കുന്ന ടോണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് കൺവേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് പോസ്, ഓക്കെ, നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഒരു സ്ട്രാറ്റജിക് പോസസ് എന്ന് പറയും, അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടും നമുക്കിത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി അടുത്ത കാര്യം, ഇത് ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഇന്റലിജൻസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ളതാണ്, അവർ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അറൌണ്ട് ഒരു 140+ മാർക്ക് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ അതൊരു ഇന്റലിജൻസ് ടെസ്റ്റ് അല്ല. നമുക്ക് കുറച്ച് കാര്യം ചിലപ്പോൾ മറന്നു പോവുള്ളൂ, നമുക്ക് മറന്നു പോകും. ഓക്കെ, മറന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെനിക്കിപ്പോ കിട്ടുന്നില്ല, ഓക്കെ, ജസ്റ്റ് ഫോർഗെറ്റ് സർ എന്ന് പറഞ്ഞത് വിടുന്നതാണ് നല്ലത്. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന ആ ഒരു 4 കാര്യം നോക്കുക. കറണ്ട് അഫയേഴ്സിൽ നമുക്കൊരു അത്യാവശ്യ നോളജ് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ലേറ്റസ്റ്റ് ഹൂ ഈസ് ഹൂ, ഓക്കെ, നമ്മളുടെ മിനിസ്റ്റേഴ്സിന്റെ പേര്, നിങ്ങളുടെ നാട്ടിലെ MP യുടെ പേര്, MLA മാരുടെ പേര്, ഇപ്പൊ ജയിച്ചിട്ടുള്ള നിങ്ങളുടെ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ പേര്, അത് കഴിഞ്ഞ് ഇപ്പൊ റീസെന്റ് ന്യൂസിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലൊരു കറണ്ട് അഫയേഴ്സ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോളജ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യമായിട്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP and the governance part, okay, or otherwise actually the state legislature part. അത്ര കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്ന് അറിഞ്ഞിരിക്കണം. then LSGD 73-74 അല്ലെങ്കിൽ 243 ആർട്ടിക്കിൾ 243 അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കാര്യം നിങ്ങളെ കുഴക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് ആർട്ടിക്കിളിലാണ് മാൻഡേറ്ററി വുമൺ റിസർവേഷൻ പറഞ്ഞിട്ടുള്ളത്? വുമൻസിന് മാൻഡേറ്ററി ആയിട്ട് 1/3 റിസർവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? എക്സാക്ട്ലി 243D3 അല്ലെങ്കിൽ 243T3. D എന്നുള്ളത് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ പഞ്ചായത്തിലും, T എന്നുള്ളത് മുനിസിപ്പാലിറ്റിയിലും. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആൻസർ പറയുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത നാരി ശക്തി അഭിനയം 2029 ലേഡീസ് അത്തരത്തിലുള്ളവർ വരുന്നതിനെ പറ്റി എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ആ ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കിയ ഇവൻ വിവരമുള്ളവനാണ് എന്നുള്ളൊരു അസംഷനിലേക്ക് അവർ വരും. സോ ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നോളജ്. ദെൻ നമ്മളുടെ ഒരു അതിജീവിതയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ വർക്ക് പ്ലേസിലുള്ള വർക്ക് ഹറാസ്മെന്റ്, ഈ പറയുന്ന സെക്ഷൽ ഹറാസ്മെന്റ് അതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പോഷ് ആക്ട് അല്ലെങ്കിൽ പോക്സോ ആക്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ആ കാര്യങ്ങളൊന്ന് നോക്കുക. അടുത്തത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് അറിയേണ്ടതാണ്. എന്താണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അവരുടെ നേച്ചർ, ജോലിയുടെ നേച്ചർ എന്താണ്? നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഈ പറയുന്ന രീതിയിൽ പോസ്റ്റിംഗ് കിട്ടുമോ?
നിങ്ങൾക്ക് ഓക്കെ ഏത് ലെവല് വരെ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും, നിങ്ങൾക്ക് അത്തരത്തിലുള്ള രീതിയിൽ എവിടേക്ക് വരെ എത്തിച്ചേരാനായിട്ട് പറ്റും. അത്തരത്തില് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഓക്കെ, സെക്രട്ടേറിയറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഒന്നുമില്ല. സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ചത് ഏത് വർഷമാണ്, ഏത് രാജാവാണ് പണി കഴിപ്പിച്ചത്, പോയില്ലേ, മോയെ ആയില്ലേ. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. സോ ആ ഇന്റലിജൻസിൽ ആ കണ്ടിരിക്കുന്ന 4 കാര്യങ്ങളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അടുത്തൊരു കാര്യം അതിന്റെ സ്കില്ലാണ്, അതായത് നോൺ വെർബൽ. നമ്മളൊരു നല്ല കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് വെർബൽ ആൻഡ് നോൺ വെർബൽ. ഓക്കെ, നമ്മളുടെ കൈ കൊണ്ട് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, നമ്മൾ ഇരിക്കുന്ന ഒരു പോസ്ചർ ഉണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യും, ഈ ഒരു ഇന്റർവ്യൂവിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ആ ഒരു നോൺ വെർബൽ ആയിട്ടുള്ള രീതിയിൽ അത് എന്ത് ചോദിച്ചാലും കൈയെടുത്ത് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് നമ്മൾ ചെയ്യും, അതൊന്നും വേണ്ട. അത്തരത്തിൽ നിങ്ങൾ ഓവർ ആക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് നോൺ വെർബൽ ആയിട്ടാണ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾ നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വെന്തിയുള്ളൊരു മൂക്ക് പത്രാശം പിടിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തുടയ്ക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കൈ കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കൈ ഇങ്ങനെ അനക്കുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ബോഡി ലാംഗ്വേജ് ഒന്ന് കറക്റ്റ് ചെയ്യുക. ആ ഒരു നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വെക്കാം. കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കയ്യിന്നിടാം, കുറച്ചൊക്കെ നമുക്ക് കയ്യിന്നിടാം. എന്നാൽ നമ്മൾ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ നടിപ്പ് ചക്രവർത്തി ഒന്നും ആവണ്ട. ഓക്കെ, കുറച്ചൊക്കെ കയ്യിന്നിടാം, കുഴപ്പമില്ല. കുറച്ചൊക്കെ ഒന്ന് കയ്യിന്നിട്ടാലും കുഴപ്പമില്ല, ഒരു നടിപ്പ് ചക്രവർത്തി ലെവലിലേക്ക് വേണ്ട എന്നുള്ളതേ ഉള്ളൂ. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ അന്ന് വന്നപ്പോ ജസ്റ്റ് യൂസ് ചെയ്യാം, ഓവർ ആക്കാതെ ജസ്റ്റ് യൂസ് ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനാദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന 4 പേര്, ഓക്കെ, അവരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 വ്യക്തികളായിട്ട് അങ്ങ് ചിന്തിക്കാം. അതായത് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4 സാറന്മാരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത 4 ബന്ധുക്കളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള 4 പേരാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങ് വിചാരിക്കുക ഇവരാണ് ആ 4 പേർ. എന്നിട്ട് അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാമോ, അല്ലെങ്കിൽ അവരെ കണ്ടാൽ നിങ്ങൾ എങ്ങനെയാണ് ചിരിക്കുന്നത്, ആ രീതിയിൽ ചിരിക്കുക. ഓക്കെ, ആ രീതിയിൽ ചിരിക്കാനായിട്ട് പാടുപെടരുത്. അതായത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, അത് വേണ്ട, ആ സാധനം വേണ്ട. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കാമായിട്ടിരിക്കുക. ഇനി കാമായിട്ടിരിക്കാൻ പറ്റുന്നില്ല, അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കാമായിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. കാമായിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ, 1 തൊട്ട് 10 വരെ എണ്ണു, 100 താഴേക്ക് എണ്ണു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അതിൽ നോക്കൂ, ഇതിൽ നോക്കൂ, ഒരാളിൽ മാത്രം ആരാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുന്നത് അയാളിൽ നോക്കൂ. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും വേണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, അച്ഛനെങ്കിൽ അച്ഛൻ, അമ്മയെങ്കിൽ അമ്മ, അമ്മാവനെങ്കിൽ അമ്മാവൻ, അമ്മൂമ്മയെങ്കിൽ അമ്മൂമ്മ, അപ്പൂപ്പനെങ്കിൽ അപ്പൂപ്പൻ, അവരെ ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിട്ട് എന്നെ കാത്തോണേ, എന്നെ രക്ഷിക്കണേ എന്ന് മാത്രം. നിങ്ങൾക്ക് ദൈവത്തിനെ പോലും വിളിക്കണ്ട. നിങ്ങൾക്ക് ജീവനുള്ള ആൾക്കാരാണോ ദൈവങ്ങൾ, എപ്പോഴും ജീവനുള്ളവർ തന്നെയാ ദൈവങ്ങൾ. ദൈവങ്ങൾക്ക് ജീവനുണ്ട്. ഓക്കെ, മനുഷ്യർ തന്നെയാ ദൈവങ്ങൾ. അത്തരത്തില് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളെ ഒന്ന് മനസ്സിൽ കണ്ട് അയാളുടെ അടുത്ത് ഒന്ന് അനുഗ്രഹം മേടിക്കുന്ന പോലെ വിചാരിച്ചാൽ മതി. ദാറ്റ് ഇസ് ഫൈൻ. ഓക്കെ, ആയിക്കോട്ടെ. ദെൻ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് അതിനൊരു ആൻസർ പറയാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സോ എൻഡ് ഓഫ് ദി ഡേ ഈ കാര്യം എത്രയേ ഉള്ളൂ, നീ ആ ഒരു ഇന്റർവ്യൂ ബോർഡിന് ഇപ്പുറത്തിരിക്കുന്ന നിങ്ങളെ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് അവരുടെ കൂടെ ഒരു ചായ കുടിക്കാനായി, അല്ലെങ്കിൽ ഒരു സമോസ വടയും കുടിക്കാനായിട്ട് നിങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് എൻഡ് ഓഫ് ദി ഡേ അതിന്റെ കാര്യം. സോ അതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അത്തരത്തിലുള്ള ഒരു എന്തൂസിയാസം കാണിക്കണം. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് എന്ത് ചെയ്യാനുള്ളൂ, നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ എന്നുള്ളതാണ് കാര്യം. ഓക്കെ, ഇത്രയാണ് ഒരു ബേസ്. ഇനി ചെയ്യേണ്ടത്, നിങ്ങളൊരു ഡയറി അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെക്കുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ ചോദ്യങ്ങളും എഴുതി വെക്കുക. ഞാൻ ഇന്ന ചോദ്യം എന്ന് പറയുന്നില്ല. നിങ്ങളുടെ പേരാകാം, നിങ്ങളുടെ ഹോബി ആകാം, മറ്റെന്തെങ്കിലും ആകാം, നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമായിരിക്കാം, ഗട്ട് ഫീലിംഗ്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്ന എല്ലാ ചോദ്യവും എഴുതി വെക്കുക. അതിനൊരു ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ തരുന്ന ക്വസ്റ്റിനോ ബാക്കിയുള്ളതോ അല്ല, നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അതിൽ തോന്നുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതി വെക്കുക. കഴിവതും അതിനുള്ള ആൻസേഴ്സ്
ഒരു 5 അല്ലെങ്കിൽ 6 സെന്റൻസ്, അതിലപ്പുറം പോവണ്ട 5, 6, ദാറ്റ്സ് എ മാക്സിമം. അതിനകത്ത് ആൻസർ ആയിട്ട് എഴുതി വെക്കാൻ നോക്കുക. ഇന്ന് തൊട്ട് തുടങ്ങിക്കോളൂ, പതുക്കെ തുടങ്ങിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് അത്തരത്തിൽ. എന്നിട്ട് നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരോട് ഈ ആൻസർ പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ അനിയനുണ്ടെങ്കിൽ അവരോട് ഈ ആൻസർ പറഞ്ഞു നോക്കുക. ഓക്കെ, അങ്ങനെ പതിയെ എന്ത് ചെയ്യുക, ഈ പറയുന്ന എല്ലാ കാര്യത്തിനും നിങ്ങൾ ഒരു ആൻസർ ഉണ്ടാക്കുക. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്തണോ. നിങ്ങളെ പറ്റി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം അതുപോലെ പറയൂ. അതിലൊരു കാര്യം, ഈ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് വരുമ്പം ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. My father is actually CG Shashikumar. He is a lawyer. Okay, my mother is G Geeta. He is a retired teacher. അത് അവർക്ക് ആവശ്യമില്ലടേ, ആ സാധനം അവർക്ക് ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ആരാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ വീടിനെ പറ്റി, നിങ്ങളുടെ അനിയനുണ്ടോ അനിയത്തി ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടല്ല പോകണ്ടേ. Okay, നിങ്ങൾ ചെയ്തിട്ടില്ല. I have done actually UG in physics and then have a master's in chemistry and then I worked with some voluntary association. അല്ലെങ്കിൽ I have a degree in that. I have a practical experience in that. അല്ലെങ്കിൽ I worked with the Canara Bank for 4 to 5 years. ഓക്കെ, സോ അതാണ് അവിടെ വേണ്ടുന്നത്. നമ്മളെ തന്നെയാണ് തള്ളുന്നത്. ആ തള്ളാണ് അവിടെ വേണ്ടുന്നത്. അപ്പൊ നമ്മുടെ അച്ഛനെയും അമ്മയും തള്ളണ്ട, ഓക്കെ, വീട്ടുകാരെ തള്ളണ്ട. നിങ്ങൾ തന്നെ എഴുതി അത് ക്ലിയർ ആക്കൂ. ആ കാര്യം എന്ത് ചെയ്യുക, നമുക്കതില് പ്രസന്റ് ചെയ്യാം. ആ ഒരു രീതിയിലേക്ക് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ, പത്രം വായിക്കുമ്പോൾ, കറണ്ട് അഫെയർ വായിക്കുമ്പോൾ, വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നോക്കേണ്ട പോയിന്റ്സ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ സ്റ്റിക്കി നോട്ടിലേക്ക് എഴുതിയിടാം. അത് ബുക്കിൽ എഴുതണ്ട, സ്റ്റിക്കി നോട്ടിൽ. അപ്പൊ അത് 2-3 പ്രാവശ്യം നിങ്ങളുടെ ഇതിൽ കണ്ടു കഴിയുമ്പോൾ ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളത് ഗൂഗിൾ ചെയ്യും, അല്ലെങ്കിൽ വേറൊരാളോട് ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ അതിനൊരു ആൻസർ കണ്ടെത്തും. അങ്ങനെ നിങ്ങളൊരു കാര്യം 10 പ്രാവശ്യമെങ്കിലും കണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, മർഫീസ് ലോ, നിങ്ങൾ ഒരു കാര്യത്തിനെ പറ്റി കൂടുതലായി ചിന്തിച്ചാൽ അത് നടക്കുവാൻ 90% എന്തുണ്ട്, ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് വെക്കുക. ദെൻ ഒരു കാര്യം, നമ്മളുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ പോലെ അതിൽ എഴുതി വെക്കുക, ഞാൻ 2026 എന്റെ വീട്ടിലേക്ക് ആക്ച്വലി എന്ത് ചെയ്യും, സർക്കാർ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കും. ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഞാൻ കൈപ്പറ്റി, ഞാൻ ഇൻസ്റ്റഗ്രാമിനകത്ത് ഞാൻ BGM കയറ്റി ഞാൻ എന്ത് ചെയ്യും, സ്റ്റാറ്റസ് ഇടും. ഓക്കെ, അതങ്ങനെ വൃത്തിക്ക് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അങ്ങ് എഴുതി വെക്കുക. അതാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ്. ആ സാധനം നടക്കും. ഓക്കെ, അത് അങ്ങനെ തന്നെ വിചാരിക്കുക, അങ്ങനെ മുന്നോട്ടേക്ക് പോവാം. ഇത്രയാണ് ഒരു ബേസ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത്തരത്തിലുള്ള സെഷൻസിൽ നമുക്ക് പറയാം. ആരോ എന്തോ ചോദിച്ചു, former job is a bit toxic and unethical. And we should only purchase a good and I worked as a specialist officer marketing in Canara Bank before. Okay, see Google, നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഈ പറയുന്ന രീതിയിൽ അന്നൊരു ജോബ് ആവശ്യമായിരുന്നു. ബിക്കോസ് ഓഫ് മൈ പേഴ്സണൽ റീസൺസ് ഓർ ഫാമിലി റീസൺസ് ഐ വാസ് ആക്ച്വലി ഐ നീഡ് എ ജോബ്. എനിക്കൊരു ജോബ് ആവശ്യമായിരുന്നു. സോ ഐ വർക്ക് ഫോർ ഇറ്റ് ആൻഡ് ഗോട്ട് ഇറ്റ്. ഞാനത് വർക്ക് ചെയ്ത് ഞാൻ ആ സാധനം എന്ത് ചെയ്തു, ഞാൻ സ്പെഷ്യലിസ്റ്റ് ഓഫീസറായി. പക്ഷേ എന്റെ അംബീഷൻസ് കുറച്ചും കൂടി ഈ പറയുന്ന രീതിയിൽ ഒരു ഗവൺമെന്റ് സെക്ടറിൽ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് മോർ ഓവർ മാർക്കറ്റിംഗ് വാസ് നോട്ട് മൈ ആക്ച്വലി എന്താണ് പറയാ പീസ് ഓഫ് കേക്ക്. അത് എന്റെ ഒരു കാര്യമായിരുന്നില്ല. മാത്രമല്ല ആ ഒരു ബാങ്കിങ്ങിന്റെ രീതിയിലുള്ള ഒരിക്കലും സ്ട്രെസ് താങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടുതലായിരുന്നു. അമ്മാതിരി സാധനങ്ങളൊന്നും പറയരുത്. കാരണം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ഇത് കൂടുന്ന സമയത്ത് നമ്മുടെ സെഷൻ കൂടുമല്ലോ, നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അത് കൂടുന്ന സമയത്ത് 24 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വരും. ആ ഫയൽ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ അന്നേരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ അന്നേരം എടുത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വർക്ക് സ്ട്രെസ്സസ് ഒന്നും പറയരുത്. അല്ലാത്ത രീതിയിൽ വർക്ക് സ്ട്രെസ്, ടോക്സിക് എൻവയോൺമെന്റ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള സീനിയേഴ്സിന്റെ പ്രോബ്ലം, അത് പറയാതെ എങ്ങനെ ഒരു ആൻസർ കണ്ടെത്താം, അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ദെൻ മറ്റാരെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എത്ര സെന്റൻസ് ഒരു ടൈം? അജ്മല്ല, 2 കാര്യം. ചിലപ്പോൾ ഇവർ 1 വേർഡ് ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കാം, 1 വേർഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും. അതായത് ഇപ്പൊ ചോദിക്കുന്നു അജ്മൽ ഏത് യൂണിവേഴ്സിറ്റിയാണ്? MG യൂണിവേഴ്സിറ്റി. MG യൂണിവേഴ്സിറ്റി ഇപ്പോഴത്തെ ചാൻസലറുടെ പേരെന്താണ്? ജബ. ഓക്കെ, സോ അങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. അതല്ല, കുറച്ച് ചിന്തിച്ച് പറയേണ്ട രീതിയിലുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ an ideal thing is actually ലെസ് ദാൻ 2 minutes, ഒരു 2 മിനിറ്റിൽ താഴെ ഒരു 5 to 6 സെന്റൻസ്. 2 മിനിറ്റ് എന്നുള്ളത് മാക്സിമം ടൈമാണ്, മിനിമം ടൈം അല്ല, മാക്സിമം ടൈമാണ്. 2 മിനിറ്റ് മാക്സിമം 5 or 6 സെന്റൻസ്. അതാണ് ഒരു ഐഡിയൽ ആൻസർ. വീക്ക്നെസ്
ഓക്കെ, അതൊരു വലിയ പ്രശ്നമാണോ? നമ്മളുടെ വീക്ക്നെസ്, ആക്ച്വലി നമ്മളുടെ വീക്ക്നെസ്സും നമ്മളുടെ സ്ട്രെങ്ത് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയാം. പരമ്പരാഗതമായി എഴുതിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് പരമ്പരാഗതമായിട്ട് എഴുതുന്ന സാധനമാണ്, ഞാൻ ഈ പറയുന്ന രീതിയിൽ കൂടുതൽ ടൈം എടുക്കും ഞാൻ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ എല്ലാം ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ഞാൻ പെർഫെക്ഷനിസ്റ്റ് ആണ്. സോ ആ ഒരു രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് എഴുതാറുണ്ട്. അത് PSCക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ നമ്മളുടെ വീക്ക്നെസ് നമ്മൾ ആദ്യം പേഴ്സണലി ഒന്ന് നോക്കുക. നമ്മളുടെ വീക്ക്നെസ് എന്താണ്? ആ ഒരു വീക്ക്നെസ് ആക്ച്വലി ഈ പറയുന്ന പോലെ നമുക്കത് പോസിറ്റീവായിട്ട് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ എഴുതിയാൽ വല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കാര്യമാണോ എന്ന് ആദ്യമായിട്ട് നോക്കുക. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പോലെ ലൈക്ക് ഞാൻ ഒരു മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ അത്തരത്തിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നു. ഓക്കെ, സോ അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ എഴുതാം. അല്ലെങ്കിൽ ഒരേ സമയം ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് ചർച്ച ചെയ്യാം. നമുക്ക് നിങ്ങളെല്ലാവരുടെയും ഒരു GD വിളിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇത്തരത്തിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. മോർ എംപത്തറ്റിക്, ഗുഡ് വൺ. മോർ എംപത്തറ്റിക്, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ കുറച്ച് എംപത്തറ്റിക് ആയിട്ടുള്ള, നോട്ട് സെന്റിമെന്റൽ, നോട്ട് സെൻസിറ്റീവ്. എംപത്തി ഈസ് ഗുഡ്. എംപത്തി കുഴപ്പമില്ല. എംപത്തി നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പൊ ഏതെങ്കിലും അവർ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ എന്താണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൈഫിലെ സിറ്റുവേഷൻ പറയുന്ന നല്ലതായിരിക്കും. Okay. This may look so basic for a question now, but you have mentioned about the men's dressing, and if I missed, may I again know about what is usually worn in PSC interview by women. Okay. In case you know, UPSC has a typical dress code, if I'm right. Yeah, Divya. Okay, UPSCs always have a typical kind of dress code. But in the case of PSC, see, we can choose anything. Okay. See, ഈ PSC ഇതിനകത്ത് ഒരുവിധം പെട്ടവരെല്ലാം സാരിയിൽ തന്നെയാണ്, ഒരുവിധം പെട്ട ആൾക്കാരെല്ലാം സാരിയിൽ തന്നെയാണ് പോവുക. ആ സാരി എന്നുള്ളതും കുറച്ച് ലൈറ്റ് കളർ, അല്ലെങ്കിൽ ഒരുപാട് ഷോ ഓഫ് ഇല്ലാത്തത്, കേരള സാരി ഒന്നും എടുത്തു പോകരുത്, അല്ലാത്ത രീതിയിലുള്ള സാരീസ് ആണ്. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികളിൽ എസ്പെഷ്യലി ഒരു 22, 23, 24 ഓക്കെ ഇതിൽ കയറുന്നവരെല്ലാം നല്ല രീതിയിലുള്ള ചുരിദാർ, ഓക്കെ, ലെഗിൻസ്, ജഗ്ഗിൻസ്, അത്തരത്തിലുള്ള രീതിയിലുള്ള സാധനങ്ങളല്ല. ഓക്കെ, ദിസ് ഇസ് ബിറ്റ്വീൻ അസ് ഓൺലി. ഓക്കെ, നമ്മൾ ഒരു ഇന്റർവ്യൂവിന് വന്ന സമയത്ത്, ഓക്കെ, ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത സമയത്ത് ഒരുപാട് സീനിയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരാള് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഒരു പെൺകുട്ടിയോട് പറഞ്ഞതാണ്. ഞാൻ എന്റെ ചെവി കാര്യം ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ ഇവരുടെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ലെഗിൻസ് ഇസ് ആക്ച്വലി ലൈക്ക് ആൻ അണ്ടർവെയർ. ഓക്കെ, അദ്ദേഹം കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ലെഗിൻസ് എന്ന് പറയുന്നത് ഒരു അണ്ടർവെയർ മാത്രമാണ്. സോ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇന്റർവ്യൂവിൽ ചിലപ്പോഴൊക്കെ ഇരിക്കുക. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. കുറച്ച് നല്ല ഒരു ചുരിദാർ മെറ്റീരിയൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. സോ അതായിരിക്കും അതിന്റെ ഒരു ഭംഗി. ദെൻ ലെസ് ഓർണമെന്റ്സ്, ഒരുപാട് ഓർണമെന്റ്സിന്റെ ആവശ്യമില്ല. 1 or 2 ഓർണമെന്റ്സ്, അത്തരത്തിലുള്ള ഓർണമെന്റ്സ് മാത്രമേ പാടുള്ളൂ. ഒരുപാട് ഓർണമെന്റൈസേഷൻ പാടില്ല. ഒരുപാട് ആക്ച്വലി എന്ത് ചെയ്യരുത്, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ സിമ്പിൾ മേക്കപ്പ് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തില്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പാടില്ല. ബട്ട് അക്കോർഡിംഗ് ടു മീ, ആക്ച്വലി ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് സാരി, ഡാം കംഫർട്ടബിൾ വിത്ത് സാരി, ഗോ ഫോർ സാരി. അതല്ല നമ്മൾ ഈ 2 കൺട്രീസിനകത്തെ പോലെ സാരി നമ്മളിങ്ങനെ എടുത്തോണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. അന്നത്തെ ദിവസം കുളമാക്കരുത്. കാരണം നിങ്ങൾ ഒരിക്കലും കോൺഫിഡന്റ് ആവില്ല ആ ഒരു ഡ്രസ്സിൽ. ഗോ ഫോർ ആക്ച്വലി എ ചുരിദാർ, നല്ല വൈറ്റ്, ബ്ലൂ, ലൈലാക്ക്, ഓർ അതർവൈസ് ആക്ച്വലി ലൈക്ക് ഒരു കൈൻഡ് ഓഫ് അത്തരത്തിലുള്ള ഒരു ഷെയ്ഡിലുള്ള ഒരെണ്ണത്തിലേക്ക് പോവാ. ദെൻ എ ഷോൾ, ഒരു ഷോൾ നിർബന്ധമാണ്. 1 സൈഡ് ഇടാം, 2 സൈഡ് ഇടാം, വി ഇടാതിരിക്കുക കഴിവതും. ഓക്കെ, അല്ലാതെ അത്തരത്തിലുള്ള ഒരു ഷോൾ, അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. ഇനി അത്തരത്തിലുള്ള ഡ്രസ്സിങ്സ് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ KS പഠിച്ചിട്ട് ഓക്കെ പുറത്ത് വന്നിട്ടുള്ള ലേഡീസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ IAS കാരായിട്ടുള്ളവരുണ്ട്. അവരുടെ കുറെ ഫോട്ടോസ് സെർച്ച് ചെയ്യാം. അവർ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഓക്കെ അവരുടെ പ്രോഗ്രാംസിന് പുറത്തേക്ക് ഇറങ്ങുന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഗ്നിറ്ററീസ് ആയിട്ടുള്ള പ്രോഗ്രാംസിന് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഓക്കെ ചുരിദാസ് ഒന്ന് നോക്കുക. ദാറ്റ് വിൽ ഡു. അതിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, ദെൻ ഗൂഗിൾ ചിത്രസേനൻ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒന്ന് തന്നെ. അയ്യോ, എഴുതരുത്, അങ്ങനെ ഒരിക്കലും എഴുതരുത്. ഓക്കെ, സി, നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, സ്ട്രെങ്തിനകത്തുള്ള ഒരു സാധനം എഴുതാതെ താഴേക്ക് എന്ത് ചെയ്താൽ മതി, അത് വീക്ക്നെസ് ആയിട്ടോ കുഴപ്പമില്ല. പക്ഷെ രണ്ടിടത്തും ഒരേ സാധനം തന്നെ എഴുതരുത്. ഞാൻ വാക്ക് മാറ്റി പറയാറില്ല, അതുകൊണ്ട് രണ്ടും ഞാൻ ഒരുപോലെയാണ് എന്നൊരിക്കലും പറയരുത് കേട്ടോ. അജ്മൽ, ഇപ്പോൾ നമ്മൾ പറയുന്ന ആൻസർ അവരെ ബോറിംഗ് ആകുന്നുണ്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. അജ്മലെ, നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു, ബോർ ആകുന്നുണ്ട്, അവർ ബോർഡ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പോസ് കിട്ടുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവിടെ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. സർ,
I know that much about this issue. So that's it. Okay. So ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ബ്ലണ്ട് ആയിട്ട് ക്ലോസ് ചെയ്യാതിരിക്കുക. നമുക്ക് ബോറിംഗ് ആണെന്ന് തോന്നുന്നെങ്കിൽ ഒരു സെന്റൻസും കൂടെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്ത് വിടുക. അതായിരിക്കും അതിന്റെ ഒരു ഭംഗി എന്നുള്ള രീതിയിലുള്ള കാര്യം. ഓക്കെ അല്ലേ? നോട്ട്. താങ്ക് യു ദിവ്യ. മറ്റാരെങ്കിലും? നമ്മളെന്തായാലും ഇനിയും കാണുന്നുണ്ടോ, ഇനി ഒരുപാട് സെഷൻസ് കാണുന്നുണ്ട്. നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എന്താ പറയാ ഈ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മളുടെ ബയോഡേറ്റ, അത് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഐ നോ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. മറ്റെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്? വാട്ട് ഇഫ് സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാപ്പൻ വിത്ത് മീ. ഓക്കെ. ഇതെനിക്ക് ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മൾ കോൺഫിഡന്റ്ലി ഒരു സാധനം പറഞ്ഞു തുടങ്ങി, ആക്ച്വലി ലൈക്ക് 5 സെക്കൻഡ്സിൽ അത് ബ്ലണ്ടറായി എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ആ ചെയ്തത് മണ്ടത്തരമായി എന്നുള്ളത് നമ്മൾ ശരിക്കും അവരെ അങ്ങ് കാണിച്ചു. ഓക്കെ. അതാണ് അതിന്റെ എളുപ്പവഴി. ഓക്കെ. അല്ലാതെ നമ്മൾ അതിൽ ഉരുളാൻ നോക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ sorry sir, I totally messed it up. I'm really sorry. Okay. അത് മതി. അതാണ് അതിന്റെ ഭംഗി. നമുക്കത് കൈവിട്ടു പോയി അത് ഇതാണെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളത് കോമിക്കാക്കുക. നമ്മളത് കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു സാധനത്തിൽ പിടിച്ചിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോകാൻ നോക്കാതിരിക്കുക. അതായത് നമ്മൾ വീണ്ടും അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ ഈ പറയുന്ന രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കരുത്. പകരം എന്താ വെച്ചാൽ ജസ്റ്റ് സോറി സർ, ഐ ടോട്ടലി മിസ്ഡ് ഇറ്റ്, സോറി സർ. ഓക്കെ. അതങ്ങ് കോമിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് പൊക്കോളും. നമ്മൾ റിയലൈസ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, അപ്പോളജൈസ് ചെയ്തു, ദാറ്റ് വിൽ ഡു. അതാണ് അതിന്റെ നല്ല കാര്യം. ഓക്കെ. അല്ലാതെ നമ്മൾ ഉരുള ചെളി പറ്റിയിട്ടുള്ളൂ. അതാണ് എനിക്ക് എന്റെ ഭംഗി. ഓക്കെ. പറയാം. ഗൂഗിൾ ഈ നമ്മളെ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് ആണോ അവരെ കൂടുതൽ ഇംപ്രസ് ചെയ്യിക്കുന്നത്, അതോ ബ്ലണ്ട് ആയിട്ട് ഹോണസ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണോ? ഞാനിത് എടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞാല്, എനിക്കറിയാം നമ്മുടെ ഫോർമർ എംപ്ലോയറിനെ ബാഷ് ചെയ്യാൻ പാടില്ല. നോ മാറ്റർ എത്ര അൺഎത്തിക്കൽ വർക്ക് കൾച്ചർ ആയിരുന്നാലും നമ്മൾ അതിനെ ഗ്ലോറിഫൈ ചെയ്തേ പറയാൻ പറ്റുള്ളൂ. നമ്മളുടെ സൈഡിൽ ഇതാണ് പറയണം. അത് അങ്ങനെ തന്നെ വേണം. അത് ഞാനത് ട്രൈ ചെയ്യാം സാർ. എനിക്കത് സാറിന്റെ എന്തെങ്കിലും ഒരു ടിപ്സ് അങ്ങനെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടുവരാനായിട്ട്, കാരണം എനിക്ക് ഡിപ്ലോമസി വളരെ കുറവാണ്. ഞാൻ ചിലപ്പം ബ്ലണ്ട് ആയിട്ട് ആസ് ഇറ്റ് ഈസ് ആ റീസൺ അങ്ങ് പറയും. എങ്ങനെ അവരെടുക്കുമെന്ന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പിടുത്തമില്ല. ഓക്കെ. ഗൂഗിളെ, ഇതിനകത്ത് നമ്മളിപ്പോ പഠിച്ചിട്ട് പോകുന്ന പല ആൻസർ, ഇപ്പൊ ഈ പറഞ്ഞ ആൻസർ അടക്കം, ലുക്ക് അറ്റ് ദ ബോർഡ്. ഓക്കെ. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കിട്ടിയ ബോർഡ് എങ്ങനെയാണെന്ന് നോക്കുക. ബോർഡ് കുറച്ച് കോഡിയലായിട്ടുള്ള ബോർഡാണ്. ബോർഡ് ഈ പറഞ്ഞ പോലെ കുറച്ച് എംപത്തറ്റിക് ആയിട്ടുള്ള ബോർഡാണ്. പാനലിൽ കുറച്ച് നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയാ, നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന, നമുക്ക് അത്തരത്തിലുള്ള ബെറ്റർ ബോർഡാണെങ്കിൽ നമ്മൾ ഡിപ്ലോമസി വിട്ടിട്ട് കുറച്ചും കൂടി നമ്മൾ ജെനുവിൻ ആവുന്നതാണ് നല്ലത്. ഓക്കെ. അത്തരത്തിലുള്ളൊരു ബോർഡ് നമുക്ക് കുറച്ച് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ ആ ഒരു ലൈറ്റ് ഹാർട്ടിൽ എടുക്കുന്ന ഒരു ബോർഡാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ജെനുവിൻ ആവുന്നതാണ് നല്ലത്. എന്നാൽ ബോർഡ് ആക്ച്വലി നമുക്കൊരു സ്ട്രെസ് ഇന്റർവ്യൂ തരുന്ന രീതിയിലുള്ള ഒരു ബോർഡാണ്. ആ ബോർഡ് അത്ര കോഡിയൽ അല്ല എന്ന് നമുക്ക് തോന്നുന്നു. വി ആർ നോട്ട് ഫീലിംഗ് ഇറ്റ് റൈറ്റ്. അവിടെ നമ്മൾ കുറേയും കൂടി ഈ പറയുന്ന രീതിയിൽ നമ്മൾ ജെനുവിൻ ആയാൽ, നോട്ട് ജെനുവിൻ ആ ഒരു വേർഡ് അല്ല എങ്കിലും നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു, ഡിപ്ലോമാറ്റിക് അല്ലാത്ത രീതിയിൽ ആൻസർ പറഞ്ഞാൽ ചിലപ്പോൾ അത് പണി കിട്ടും. അതുകൊണ്ട് ലുക്ക് അറ്റ് ദ ബോർഡ്. നമുക്ക് കയറി നമുക്ക് ഒരു 2-3 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ബോർഡിനെ തിരിച്ചറിയാം. ഗൂഗിളിനടുത്ത് ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഫസ്റ്റിൽ തന്നെ വരില്ല. ഓക്കെ. ഒരു 2-3 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, ഓഫ് കോഴ്സ് ഒരാൾ വലിയൊരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഈ സാധനം ചോദിക്കാം. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ബോർഡിലുള്ളവരെയും ഒന്നുമില്ലെങ്കിൽ അവരോട് സംസാരിച്ചില്ലെങ്കിൽ പോലും കണ്ടാൽ പോലും നമുക്കൊരു ഏകദേശ സാധനം നമുക്ക് മനസ്സിലാവില്ലേ. ഓക്കെ. ആ ബോർഡിനെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്ന പല ആൻസറുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചിട്ട് പോകുന്ന ആൻസർ ആണെങ്കിൽ പോലും അക്കോർഡിംഗ് ടു ബോർഡ് അവരെ ഒന്ന് സാറ്റിസ്ഫൈ. അന്നത്തെ ദിവസം അവരാണോ നമ്മുടെ ദൈവങ്ങൾ, അവരെന്ത് പറഞ്ഞാലും ശരിയാണ്, ഒക്കെ ശരിയാണ്. അതാണ് നമ്മളുടെ കാര്യം. നമ്മൾ അവരോട് കൺഫ്രണ്ട് ചെയ്യാൻ പോകരുത്, അടിയുണ്ടാക്കാം. ഞാൻ പോയിട്ടുണ്ട്. ഞാനിപ്പോ സത്യം പറഞ്ഞാല് ഞാൻ ഒരു IRS കാരനായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലോ ഇരിക്കാതെ പോയത് ഞാൻ എന്റെ ഒരു സെക്കൻഡ് ഇന്റർവ്യൂവിന് ഞാനൊരു ബോർഡുമായിട്ട് ഉണ്ടായ ഒരു കൺഫ്രണ്ടേഷൻ. ഐ സ്റ്റിൽ റിഗ്രറ്റ് ദാറ്റ്. പോട്ടെ. സോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ആ ബോർഡിനെ നോക്കി കാര്യം പറയുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എന്തായാലും നമുക്കൊന്ന് ഇരിക്കാം. കാര്യം ഗൂഗിളിന്റെ കാര്യത്തിൽ കുറച്ച് നമുക്ക് പറയാനുണ്ടല്ലോ. ദെൻ അജയ്,
ഇപ്പൊ കോൺഫ്ലിക്ട് നടക്കുന്ന ഏതെങ്കിലും ഇഷ്യൂനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് സെന്റർ സ്റ്റേറ്റ് ടാക്സ് ഇഷ്യൂ ഒരു മിഡിൽ സ്റ്റാൻഡ് എടുക്കണോ അതോ നല്ലതാണോ ഒരു സ്റ്റാൻഡ് എടുക്കണം. ഓക്കെ, സോ അഗെയിൻ ദിസ് ഡിപെൻഡ് അപ്പോൺ ദ ബോർഡ്. ഒരു ബോർഡ് നിങ്ങൾ നോക്കുക, ആ ബോർഡ് അനുസരിച്ചാണ് ആൻസർ പറയുന്നത്. പക്ഷെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളുടെ സെന്റർ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ എല്ലായിടത്തും നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്കൊരു സ്റ്റാൻഡ് വേണം, ഒരു സ്റ്റാൻഡ് വേണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതായത് പണ്ടായിരുന്നല്ലോ നമ്മൾ ഈ മിഡിൽ പാത്ത് കൂടുതൽ പറയുന്നത്. അതായത് ഈ പറയുന്ന രീതിയിൽ ലൈക്ക് എന്താണ്, ഓക്കെ, ഇപ്പൊ രാഹുൽ ഈശ്വറിനോട് ചോദിക്കുന്നു ഈ പറയുന്ന സതി വേണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നു. രാഹുൽ ഈശ്വർ ആണെങ്കിൽ പറയും തൽക്കാലം ആ പെൺകുട്ടി എടുത്ത് തീയിലേക്ക് ഇടാം, ഒരു പകുതി വെന്ത് കഴിയുമ്പോൾ എടുത്ത് പുറത്തു വെക്കാം, അപ്പൊ നമുക്ക് ആ ആചാരവും നടപ്പിലായി, എന്നാൽ പെൺകുട്ടിയുടെ ജീവന് പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ പഴയ മിഡിൽ പാത്ത്. അതിനേക്കാളും നല്ലത് നമ്മൾ ഒരു 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 എന്തെടുക്കുന്നതാണ്, ഒരു സ്റ്റാൻഡ് എടുക്കുന്നതാണ്. പക്ഷെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ നമുക്ക് ആ സ്റ്റാൻഡിനെ ബാക്കപ്പ് ചെയ്യേണ്ടത് കോടതി വിധികൾ കൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ് കൊണ്ട്, അല്ലെങ്കിൽ അത്രയും പ്രസിദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരുടെ എന്തുകൊണ്ടാണ് വേർഡിങ്സ് കൊണ്ടാണ്. ഓക്കെ, അംബേദ്കറിന്റെ ഒരു കോട്ട്, ഗാന്ധിജിയുടെ ഒരു കോട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോട്ടിടാം, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് പറയാം, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത് എന്നുള്ളതാണ് കഥ. ഓക്കെ, ഒരു സ്റ്റാൻഡ് വേണം, ഒരു സ്റ്റാൻഡ് വേണ്ടെന്ന് തന്നെയാണ് അതിനകത്തുള്ള രീതിയിലുള്ള കാര്യം. ദെൻ സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലിപ്പം പറഞ്ഞ ഒരു കാര്യം അതാണ്, ഇപ്പോഴത്തെ ഗവൺമെന്റിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് ചെയ്യും. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. KS കഴിഞ്ഞ വർഷത്തിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട് ചോദിച്ചതായിരുന്നു അന്ന് ഈ പറയുന്ന രീതിയിൽ. ഈ KS അല്ല, ഇതിന് ഇന്റർവ്യൂ വന്നിട്ടില്ല അതിന്. അതായത് നിങ്ങൾ പിണറായി ഗവൺമെന്റിന് എത്ര മാർക്ക് ഇടും എന്ന് ചോദിച്ചിരുന്നു പിണറായി ഗവൺമെന്റിന്. ഓക്കെ, ഷി ഗേവ് ഇറ്റ് ആക്ച്വലി ലൈക്ക് an 8 out of 10. ഓക്കെ, 10ൽ 8 മാർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് 2 മാർക്ക് എന്ന് ചോദിച്ചു. അതിലെ പറഞ്ഞു 1 മാർക്ക് എവറി ഗവൺമെന്റ് ഹാസ് ആക്ച്വലി ഹാവ് ആൻ ഇംപ്രൂവ്മെന്റ്, ഹാവ് ആ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ്. അതായത് അവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ 1 മാർക്ക്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന രീതിയിൽ 1 or 2 ഇവര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിവിടെ ഈ സെഷൻ നിർത്തുകയല്ല, നമ്മൾ കണ്ടിന്യൂസ് സെഷൻസ് വരുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന സെഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പോയിസ് 2025 കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ അത് ഒരു പെയ്ഡ് ബാച്ച് ആണ്. നാളെ മുതലാണ് അതിന്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പോയിസ് 2025 എന്താണെന്ന് തുടക്കത്തിൽ ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 month ഡ്യൂറേഷനിൽ നീണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമാണ് പോയിസ് 2025 എന്ന് പറയുന്നത്. നമ്മുടെ ഇന്റർവ്യൂ ഡേറ്റ്സ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പം റീസെന്റ് അനൗൺസ് ചെയ്തത് KS ഇന്റർവ്യൂവിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജാനുവരി ആണ് ഡേറ്റ് വന്നിരിക്കുന്നത്. എനിക്ക് 20 to 26 ആണെന്ന് തോന്നുന്നു ജാനുവരിയിലെ ഡേറ്റ് വന്നിരിക്കുന്നത്. ചിലപ്പം അതിനുശേഷമാകാം സെക്രട്ടേറിയറ്റ് ഇന്റർവ്യൂ, ചിലപ്പോൾ ജാനുവരി തന്നെ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓരോ കുട്ടികൾക്കും, അതായത് ജോയിൻ ചെയ്യുന്ന ഓരോരുത്തർക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മെന്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ബയോഡേറ്റ ഫില്ല് ചെയ്യുന്നത് ഉൾപ്പെടെ ഇന്നിപ്പോ നിങ്ങൾ അരുൺ സാറുമായിട്ട് ചോദിച്ചിട്ടുള്ള കുറെ അധികം ഡൗട്ട്സ് ഉണ്ട്. അതായത് ഡാഫ് ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ബയോഡേറ്റ ഫില്ല് ചെയ്യുന്ന റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുൾപ്പെടെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ബയോഡേറ്റ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, എങ്ങനെ അത് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനെയർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ബയോഡേറ്റ ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലി നിങ്ങൾ എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ബയോഡേറ്റ റിലേറ്റ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് കൂടാതെ നിങ്ങളുടെ ബയോഡേറ്റ ഫില്ല് ചെയ്തത് ഫൈനൽ ആ ബയോഡേറ്റ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കും. പ്രോഗ്രാമിന്റെ ഫീസ് മുന്നേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1499 രൂപയാണ് ഫീസ് വരുന്നത്. 1 month ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു റീസെന്റ് 6 monthsലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അതും PDF ആയിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. കൂടാതെ എല്ലാവരും പ്രിയാമ്പിൾ എഡ്യൂക്കേഷന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ വഴിയായിരിക്കും നിങ്ങൾക്ക് ഈ സെഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഇനി വരുന്ന സെഷൻസ്, ഇപ്പോൾ ഓൺലൈൻ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ലൈവ് സെഷനായിട്ട് വരികയും നിങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സെഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ, അതായത് ഇതിനകത്ത് ഗൂഗിള്, കരുണ്, അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർ സെപ്പറേറ്റ് പ്രൊഫൈൽ കാണും. അല്ലെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ മാത്രം സെഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രയല്, നിങ്ങളുടെ മോക്ക്, നിങ്ങളുടെ പാനൽ ഇന്റർവ്യൂ, ഇതെല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്ത് തരും. നിങ്ങൾ റിയൽ സെഷൻ കഴിഞ്ഞിട്ട് ഇത് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുകയും നമ്മൾ പറയുന്നത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളെ കണ്ട് നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരം കൂടി ഇതിനകത്തുണ്ട്. അപ്പം ഇത്രയും നിങ്ങൾക്ക് അത്രയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ ത്രൂ അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മുടെ അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ മുതലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പൊ നമ്മുടെ ഫീസ് പേ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അജ്മൽ സാർ ഓഡിബിൾ ആണോ? അതെ, ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്. സാർ നമ്മുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാവോ നമ്മുടെ PPT-ക്കകത്തുനിന്ന്? ഷെയർ ചെയ്യാം. ഇതില് അറൌണ്ട് ഒരു 44 സ്റ്റുഡൻസോളം നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ട്. ബാക്കിയുള്ളവര് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതല്ലാതെ പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ട് വന്ന കുട്ടികളുണ്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ തിരുവനന്തപുരം പുളിമൂട്, അതായത് സെക്രട്ടേറിയറ്റ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സ്ഥാപനം. അപ്പൊ നിങ്ങൾക്ക് ട്രിവാൻഡ്രം വരികയാണെങ്കിൽ നിങ്ങളുടെ ഡ്രീം ജോബ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് കണ്ട് പ്രിയാമ്പിളിൽ വന്ന് നിങ്ങൾക്ക് മോക്ക് ഇന്റർവ്യൂ എടുക്കാം. നിങ്ങൾക്ക് തിരിച്ച് സെക്രട്ടേറിയറ്റ് എത്താനും പറ്റും. അപ്പം തിരുവനന്തപുരമാണ് നമ്മുടെ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഫൈനൽ മോക്ക് എടുക്കാൻ വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഓഫ്ലൈൻ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഫൈനൽ പാനൽ മോക്ക്, ഫൈനൽ 1-on-1 മോക്കൊക്കെ ഓഫ്ലൈൻ ആയിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ വെബ്സൈറ്റിന്റെ www.mypreamble.com എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും നമ്മൾ നാളെ മുതൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് ആയിട്ടുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ പ്രിയാമ്പിളിന്റെ ഭാഗമായിട്ട് ക്ലാസ്സുകളോ കോഴ്സുകളോ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാംസോ നോട്ട്സോ ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഇവിടെ അല്ല പറയുന്നത്. നിങ്ങൾക്ക് ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അത് ഇൻഡിവിജ്വൽ പേഴ്സൺ ഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഓരോ പേഴ്സൺ അനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് കൂപ്പൺ കോഡ്സ് അവൈലബിൾ ആയിരിക്കും. അത് ആക്സസ് ചെയ്യുന്നതിന് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അതായത് ഒരു സ്റ്റുഡന്റ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫീസിൽ എന്തെങ്കിലും ഒരു റിഡക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളത്. കാരണം പ്രിയാമ്പിളിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫ്രീ ക്ലാസ്സസ് ആക്സസ് ചെയ്തിട്ടുള്ളവരാണ് ബഹുഭൂരിപക്ഷം സ്റ്റുഡൻസ് ഇതിനകത്തുള്ളത്. കൂടാതെ മെറ്റീരിയൽ സപ്പോർട്ട്, ടെസ്റ്റ് സീരീസുകൾ എടുത്തിട്ടുള്ളവർക്കെല്ലാം നമ്മുടെ സ്റ്റുഡന്റ് എന്ന രീതിയിലുള്ള ഒരു ചെറിയ ഓഫർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനും ഓഫീസ് നമ്പർ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കറണ്ട് അഫയേഴ്സിന്റെ നമുക്ക് PDF നോട്ട്സ് ആണ് വരുന്നത്. അതായത് 6 മാസത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ല 1 വേർഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു രീതിയല്ല നമുക്കുള്ളത്. അതും കുറച്ച് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം അത് ഫോളോ ചെയ്യുന്നതാണ്. മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാം ചാനൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ വെബ്സൈറ്റിൽ. സോ ഇതിൽ നിങ്ങൾക്ക് ഓരോ പർട്ടിക്കുലർ ഡേ ആയിട്ട് ചൂസ് ചെയ്തിട്ട് വായിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. സോ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പം റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്നുള്ളത് ഇപ്പം ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നത്തെ ദിവസത്തെ ന്യൂസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ദീപാവലി ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ട് യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. സോ ദീപാവലിയുടെ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം. എന്നാണ് ദീപാവലി, എന്തുകൊണ്ട് ഏത് ദിവസമാണ്, എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ നീന കാലു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ പറ്റിയിട്ട് റീസെന്റ് ഇന്നത്തെ ന്യൂസ് ആണ് ടർണർ പ്രൈസ് ലഭിച്ചത്. അപ്പം എസ്പെഷ്യലി നിങ്ങൾ വിമൻ ആണെന്നുണ്ടെങ്കിൽ വിമൻ എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ സ്പീച്ചിങ് ഡിസബിലിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റ് ഒരു വ്യക്തിയായിരുന്നു അവര്. അപ്പൊ അവർക്ക് ആ അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇത്തരം തുടങ്ങിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെഷ്യലി ഈ ഒരു മന്തിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിങ്ങനെ ഡെയിലി ന്യൂസ് എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവും. വായിച്ച് നോക്കാൻ പറ്റും. 1 വേർഡ് ഒന്നും ആയിരിക്കില്ല. ഡീറ്റെയിൽഡ് അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. സോ ഏതൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും. ഞാൻ പറയുന്ന എൻറ്റയർ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നു എന്നുള്ളതല്ല. അതിൽ കൂടുതൽ റിസർച്ച് നിങ്ങളായിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ ഞാൻ ഇന്ന് മെൻഷൻ ചെയ്തതുപോലെ ഉള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസത്തെയും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വായിച്ചു നോക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഇത് ടോട്ടൽ എൻറ്റയർ മന്തിന്റെ പ്രീവിയസ് മന്തിന്റെയും ഉണ്ട്. കഴിഞ്ഞ 6 മാസത്തോളമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇതേപോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് റൈറ്റ് സൈഡിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി ഏത് മന്ത് വേണം എന്നുള്ളത്. ഇതിപ്പം റീസെന്റ് ഡിസംബറിന്റെ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ പ്രീവിയസ് മന്തിന്റെ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഒന്നുകിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ PDF മന്ത്ലി PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. സെയിം കണ്ടന്റ് തന്നെയാണ്. ഏത് രീതിയിൽ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിൽ PDF പ്രിന്റ് എടുത്ത് വായിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചൂസ് ചെയ്യാം. അതെല്ലാം ഓൺലൈനായിട്ട് വായിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ അത് കറണ്ട് അഫയേഴ്സ് ആ ഒരു രീതിയിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് ത്രൂ ആപ്ലിക്കേഷനിലും അവൈലബിൾ ആണ്. ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇതേ പേജ് തന്നെ അവിടെയും അവൈലബിൾ ആണ്. സോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്ക് എൻറ്റയർലി ആപ്ലിക്കേഷന്റെ മാത്രം ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ ലാർജ് സ്ക്രീനിൽ വായിക്കേണ്ടവർക്ക് വെബ്സൈറ്റിലൂടെയും വായിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ആർക്കെങ്കിലും ബാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുണ്ടായിരുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഓഫീസിൽ നിന്ന് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാവുന്നതാണ്. നാളെ മുതലായിരിക്കും ബാച്ച് ജോയിൻ ചെയ്യാനുള്ളത് ലിങ്ക് ആക്റ്റീവ് ആവുന്നത്. അതും വെബ്സൈറ്റിൽ ഒരു കോഴ്സ് ആയിട്ട് തന്നെയായിരിക്കും. വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലും ഒരു കോഴ്സ് ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഹോം പേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കോഴ്സ് ലിസ്റ്റ് ചെയ്തതിന്റെ കൂട്ടത്തിൽ
സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ക്ലാസ് കൂടിയിട്ടുണ്ടാവും, മെയിൻസിന്റെ പ്രോഗ്രാം കൂടിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കോഴ്സസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കോഴ്സുകളുടെ കൂട്ടത്തിൽ ഇന്റർവ്യൂ പ്രോഗ്രാം കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യുക. ബട്ട് റിമെമ്പർ, വെബ്സൈറ്റ് വഴി ആയിരിക്കില്ല നിങ്ങൾക്ക് വീഡിയോസിന്റെ ആക്സസ് വരുന്നത്, എല്ലാം ആപ്ലിക്കേഷൻ ത്രൂ ആണ്. പക്ഷെ പർച്ചേസ് നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ കൂടി പറ്റും എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. സെഷനിൽ ഇനി തുടർന്നുള്ള സെഷൻസിലായിട്ട് പങ്കെടുത്തുകൊണ്ട് അവിടെയും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. മെയിൻസ് സെക്കൻഡ് പേപ്പർ റിലേറ്റഡ് ഓൺലൈനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണ് നിങ്ങളുടെ 1-on-1 സെഷൻസും നിങ്ങളുടെ മോക്ക് ഇന്റർവ്യൂയും, ഈ രണ്ട് കാര്യങ്ങളാണ് ഓഫ്ലൈനിൽ വരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ മെന്ററുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഓഫ് കോഴ്സ് നിങ്ങൾ അക്കാഡമിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റുകയുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ കൺവീനിയന്റ് വീട്ടിൽ നിന്നാണ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെയുള്ള ലൈവ് സെഷൻസ് ഒരാൾ മാത്രമായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതിനും അപ്പുറത്തേക്ക് ഓഫ്ലൈനിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 1-on-1 ഇന്റർവ്യൂ സെഷൻ ആണ്, പ്ലസ് പാനൽ ഇന്റർവ്യൂ ആണ്. ഇത് രണ്ടും ഓഫീസിൽ നിങ്ങൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അത് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊന്നും വരുന്നില്ല. അതിന് ഒരു കോഴ്സ് എന്നുള്ള ഒരു രീതിയിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ പ്രിഫറൻസ് പറഞ്ഞിരുന്നാൽ മതി, ഓഫ്ലൈൻ ആണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. PDF ഫോർ വീഡിയോ കറണ്ട് അഫയേഴ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ PDFs ആണ്, PDFസും വായിക്കാനുള്ളതാണ്. മെയിൻ സെക്കൻഡ് പേപ്പർ PDF ഫോർ വീഡിയോ ലെക്ചേഴ്സ്. മെയിൻസിന്റെ സെക്കൻഡ് പേപ്പറിന് വേണ്ടിയിട്ട് സ്പെഷ്യലി പ്രിയാമ്പിളിന്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഇൻ കേസ് യു ഹാവിൻ ബൈ, നിങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. അതിൽ സെക്കൻഡ് പേപ്പറിന്റെ എൻറ്റയർ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ആ ഒരു ബുക്ക് നിങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങുക. ഹോപ്പ് ഇറ്റ്സ് അവൈലബിൾ ഇൻ ദ വെബ്സൈറ്റ്. ഇവിടെ കാണുന്ന ആദ്യത്തെ ബുക്കാണത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ പേപ്പർ 2 ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ഏരിയയും കവർ ചെയ്യുന്ന ബുക്കാണ്. ഇതിലേക്ക് കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങൾ ആഡ് ചെയ്താൽ മാത്രം മതി. എസ്പെഷ്യലി ഫോർ ഗവേണൻസ് ഏരിയ. ഗവേണൻസ് ഏരിയയിൽ കറണ്ട് അഫയേഴ്സ് കുറച്ച് ഭാഗങ്ങൾ വരുന്നത് ഈ എൻവയോൺമെന്റ് ക്ലൈമറ്റിലെ കറണ്ട് അഫയേഴ്സ് ഏരിയ, അതുകൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ ആ ബുക്ക് ഇപ്പൊ ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഹോളിഡേയ്സ് എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് നിലവിലെ സെഷൻസിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈവനിങ് ആയിരിക്കും. 7:30 ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. മോസ്റ്റ്ലി 7:30 ആണ്. അതിൽ ഹോളിഡേയ്സിൽ സൺഡേ ഓർ സാറ്റർഡേ ഒരു സെഷൻ ഉണ്ടാകും. അതല്ലാതെയുള്ള സെഷൻസ് ഏതെങ്കിലും ഒരു ദിവസം കൂടിയിട്ടുണ്ടാകും. പക്ഷേ ഈവനിങ് ആയിരിക്കും സെഷൻസ് വരുന്നത്. ആൻഡ് ഇതിന്റെ എല്ലാം റെക്കോർഡിങ്സ്, ഈ സെഷൻസിന്റെ റെക്കോർഡിങ്സ്, നമ്മൾ ജനറൽ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന സെഷൻസിന്റെ റെക്കോർഡിങ്സ് കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതിനും അപ്പുറത്തേക്ക് ഇൻഡിവിജ്വൽ സെഷൻസ് വരുന്നതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്പറിലേക്കായിരിക്കും ആ സെഷൻസിന്റെ റെക്കോർഡിങ്സ് അയച്ചു തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കോഴ്സിന്റെ ഭാഗമായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ സെൽഫായിട്ട് ഇപ്പോഴേ തന്നെ നിങ്ങളുടെ ആ ഒരു ബയോഡേറ്റയിൽ എന്തൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുക. ഹോബീസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം നമ്മളുടെ ഇന്റർവ്യൂ എക്സ്പേർട്സുമായിട്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയുക. അപ്പൊ അതിൽ ഏത് നിങ്ങൾ കൊടുക്കുമ്പോൾ, ഏത് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബാക്ക് ഫെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുക. അപ്പൊ അതിൽ ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എന്ത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഡാഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബയോഡേറ്റ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ആ ബയോഡേറ്റ കളക്ട് ചെയ്തതിനു ശേഷം അതിനെ വെച്ചുകൊണ്ടുള്ള എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മളൊരു സ്ട്രക്ചർ മനസ്സിലൊരു ധാരണ ഉണ്ടാക്കി വെക്കുക, എങ്ങനെയായിരിക്കണം ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. കാരണം ഇതെല്ലാം ഇൻഡിവിജ്വൽ സ്പെസിഫിക് ആണ്. ഒരാൾക്ക് എത്ര പറഞ്ഞു തരാൻ കഴിഞ്ഞാലും നിങ്ങൾ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ സ്റ്റിക്ക് ഓൺ വിത്ത് യുവർ ഓൺ ഡിസിഷൻസ് ആൻഡ് ഓൾ. അത് എത്രത്തോളം ശരിയാണ്, തെറ്റാണ്, എത്രത്തോളം ഒഴിവാക്കണം, വേണ്ട എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ മെന്ററിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും.
തുടർന്നുള്ള കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും എല്ലാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്ലാസിന്റെ ഓരോ സെഷൻസിന്റെയും ലിങ്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്രവുമല്ല ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന PDFs ഉണ്ടാവും. ഏതൊക്കെ വായിക്കണം, ന്യൂസസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്കിപ്പം ഓൺലൈനായിട്ട് വായിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ വായിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ നമുക്ക്. അപ്പൊ അത്തരം ഹോട്ട് ടോപ്പിക്സിന്റെ ന്യൂസിന്റെ ലിങ്കുകളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒന്നും മിസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റും. പ്ലസ് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക റെഗുലർ ആയിട്ട്. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു ഓൾ.